കേരളത്തിൽ ഇന്നത്തെ സവിശേഷ സാഹചര്യങ്ങൾ പരിശോധിക്കുക. പത്രം വായിച്ചാൽ മാത്രം. അതിന് നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? പത്രം കണ്ടിട്ടുണ്ടോ? ആ വീട്ടിന്റെ മുമ്പിൽ രാവിലെ വന്ന് വീഴുന്നൊരു 4 മടക്കുള്ള സാധനത്തിന്റെ പേരാണ് പത്രം. അതിങ്ങ് എടുക്കണം, ഒന്നും പേടിക്കരുതാരും. അതിങ്ങനെ അങ്ങ് നീരും, ഇങ്ങനെ തുറക്കാം, എങ്ങനെ വേണമെങ്കിലും അതിനെ തിരിക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്യാം. അതിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് കുറേ സംഗതികൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ സംഗതിയുടെ പേരാണ് വാർത്ത. ആ വാർത്ത ഈ നാടകങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. സത്യസന്ധമായ സംഭവങ്ങളാണ് പത്രത്തിൽ കാണുന്നത് വാർത്തകളായിട്ട്. ലേഖനങ്ങളല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് വാർത്തകളാണ്. ആ വാർത്തകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴാണോ വരുന്നത് എന്ന് ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ഉമ്മയും ഉപ്പയും സഹോദരങ്ങളുമാണ് എൻ്റെ മുമ്പിലുള്ളത് എങ്കിൽ ഈ ലോകത്ത് നിങ്ങൾ വിജയിച്ചു. ഇല്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അതിനൊരാഴ്ചത്തെ പത്രം എടുത്തു. അതിന് നിങ്ങൾക്ക് ഈ പത്രം വായിക്കുന്ന സ്വഭാവം, നമ്മളെല്ലാം ചാനലാണല്ലോ, അല്ലെങ്കിൽ യൂട്യൂബ്, ഇല്ലെങ്കിൽ റീൽസ്. എല്ലാ മനുഷ്യന്മാരും റീൽസിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. നിങ്ങളെ ചിന്തകൾ മുഴുവൻ, നിങ്ങളെ ചർച്ചകൾ മുഴുവൻ ഈ സോഷ്യൽ മീഡിയയും ചാനലുകളും റീൽസും കൈയടക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ചാനലുകളാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ വേണമെങ്കിൽ ഒരു മാസത്തെ സംഭവം എടുത്തു നോക്ക്. കേരളം മുഴുവൻ ഒരാഴ്ചയായിട്ട് ചർച്ച. ഒരു മാസം മുമ്പ് ചർച്ച ചെയ്ത് ഷിരൂരിലുള്ള ഒരു അർജുനന്റെ വെള്ളത്തിൽ മുങ്ങായിരുന്നു. ഒരു ലോറി കാണാണ്ടായ പ്രശ്നമായിരുന്നു. സകല മനുഷ്യന്മാരും കേരളത്തിലെ ചാനലെല്ലാം അവിടെ തന്നെ വെള്ളത്തിന്റെ ഉള്ളിൽ മര്യാദയ്ക്ക് തപ്പിക്കൊണ്ടിരിക്കുന്ന ആ കർണാടകത്തിലെ പോലീസിനെയും എല്ലാവരെയും കൂടി ഈ മലയാളി ചാനലിൽ പോയിട്ട് കരക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ചാനല് പിന്നെയും പുഴയിൽ ഒഴുക്ക് കൂടിയപ്പോ ഈ ചാനലിൽ ആറിലാർന്ന് കെട്ടും വെട്ടിയെടുത്തേക്ക് പോകുന്നത്. ഷിരൂരിലെ വെള്ളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അകത്ത് അർജുനൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോ, ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവരെല്ലാം വയനാട് ചൂരൽമലയിലേക്ക് എത്തി. വയനാട് ഒലിക്കുന്നു, പൊട്ടുന്നു, ചിതറുന്നു, ഒരു മരം മാത്രം ബാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സ് മുഴുവൻ ചാനലുകാർ ആ ഉരുൾപൊട്ടലിന്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. ശരിയാണോ തെറ്റാണോ? ഉരുൾപൊട്ടലിന്റെ പ്രശ്നം തീർന്നോ? ഇല്ല. അപ്പോഴാണ് കേരളത്തിൽ ഹേമയും അമ്മയും തമ്മിലുള്ള പ്രശ്നമുള്ളത്. അപ്പൊ നമ്മൾ ഉരുൾപൊട്ടലെല്ലാം ആടെ വെച്ച് നമ്മള് ഹേമേന്റെ വയ്യല്ലോ. എന്റെ 7ാം ക്ലാസ്സിലെ മോള് ചോദിച്ചു, അല്ലച്ച ഈ ഹേമയും അമ്മയും തമ്മിൽ എന്തെന്നാ പ്രശ്നം? എനിക്ക് അതിലും രസമായി തോന്നിയത്, സ്കൂളിലെ മാഷ് പറഞ്ഞു, ഇനി ഒരാഴ്ച വാർത്ത എഴുതി കൊണ്ടുവരണ്ട. വാർത്ത എഴുതി കൊണ്ടുപോയിട്ട് ഇപ്പൊ അസംബ്ലിയിൽ വായിക്കുന്നൊരു സ്വഭാവമുണ്ട്. കാരണം ഒരാഴ്ചത്തെ പത്രത്തിലുള്ള വാർത്ത അസംബ്ലി പറയാൻ പറ്റുന്നതല്ല. ഏമ അമ്മേനെ തോണ്ടി, ആരല്ലോ വാതിലിന് മുട്ടി, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളെല്ലാം വാതിലിന് മുട്ടിയ വഴികളിലൂടെ പോയി. ശരിയാണോ തെറ്റാണോ? ഹേമേന്റെയും അമ്മേന്റെയും പ്രശ്നം തീർന്നോ? ഇല്ല. അതാ വരുന്ന അൻവർ അങ്ങേ പുറത്തുനിന്ന് എല്ലാവരും അൻവറിന്റെ പുറകെ പോയി. അങ്ങനെ ഹേമേന്റെ അവിടെ പ്രശ്നം തീർന്നില്ല. ഹേമ അവിടെ തന്നെ ഉണ്ട്. ഉരുൾപൊട്ടൽ ഒന്നും ആയില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് അർജുനനെ കിട്ടി എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടി, അർജുനന്റെ പുറകെ ഓടി. ഒരു പ്രശ്നവും തീർക്കാതെ ഇവരിങ്ങനെ ഓടുകയാണ്. ഇപ്പൊ ഏതാ പ്രശ്നം? ഇപ്പൊ എല്ലാം കൂടി പാലക്കാട്. ആ പാലക്കാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ ADM കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. എല്ലാം കൂടി ഒരു ആത്മഹത്യക്കെതിരെയുള്ള പ്രശ്നത്തിലായി. ഒരു ചർച്ചയും എവിടെയും എത്താതെ നമ്മളെ തലച്ചോറ് എവിടെയൊക്കെയോ ഇങ്ങനെ അവർ പറയുന്ന രീതിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ലോകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഇവിടെ നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടേണ്ട എത്ര വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പത്രത്തിലുള്ള പ്രധാന ഇനി വാർത്തയും കണ്ടുകൂടെ. നിങ്ങൾ ഇന്ന് വാർത്ത കണ്ടിരുന്നോ? ഞാൻ ഇന്ന് രാവിലെ കഷ്ടകാലത്തിന് എണീറ്റ പാടൊന്ന് വാർത്ത ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ കണ്ട വാർത്ത എന്ന് പറയാം, തേനീച്ച കുത്തി ജോലിക്ക് പോകുന്ന ഒരാൾ മരിച്ചു. ഞാൻ മര്യാദയ്ക്ക് ജോലിക്ക് പോകുന്നതിന്. അപ്പോഴാണ് ചാനൽക്കാരൻ ചോദിക്കുന്നത്, അങ്ങനെ തേനീച്ച ജോലിക്ക് പോകുന്നതിനെ നോക്കി കുത്തിയതാണോ അതല്ല വന്ന് അറിയാണ്ട് കുത്തിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പണിക്ക് പോകുന്ന ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ അടുത്ത് ആടി ഒരു ചെറിയ തേനീച്ച ഉണ്ട്, ഇനി അത് കുത്തിയിട്ട് ഞാൻ മരിക്കൂ എന്നുള്ള പേടി. ജീവിതത്തിൽ തുടക്കം ഗംഭീരമായാലല്ലേ ആ ദിവസം മനോഹരമാവും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? തൊട്ട് ആ വാർത്ത കഴിഞ്ഞപ്പോ രണ്ടാമത്തെ വാർത്ത, ഇടവലക്കാരനെ അങ്ങപ്പുറത്തെ ചങ്ങായി വടികൊണ്ട് അടിച്ചു കൊന്നു കഴിഞ്ഞു. അതും ജോലിക്ക് പോകുമ്പോ കൊന്നത്. എനിക്കാണെ ജോലിക്ക് പോകാൻ മുട്ടുന്നുണ്ട്, എൻ്റെ ഇടവലക്കാരനുണ്ട്, എൻ്റെ അടുത്ത് അങ്ങോട്ടെ തേനീച്ചുണ്ട്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? അപ്പൊ നമ്മളെ തലച്ചോറിനെ തകർക്കുന്ന. അതേസമയം ചൈന എന്ന് പറയുന്ന രാജ്യത്ത് രാവിലെ നിങ്ങൾ പോയാലില്ലേ, നിങ്ങൾ ചൈനയിൽ പോയിട്ടുണ്ടോ? ചൈനയിൽ പോയ ആളോട് ചോദിച്ചാൽ ചൈനയിലുള്ള ഒരു പത്രത്തിലും ബലാത്സംഗം ചെയ്ത വാർത്തയും ഈ തേനീച്ച കുത്തി മരിച്ച വാർത്തയൊന്നും ഉണ്ടാവില്ല ഫസ്റ്റ് പേജിൽ. അതങ്ങ് നമ്മളെ നിര്യാതരായി എന്നുള്ള ഒരു കോളയില്ല, അങ്ങ് 9ാമത്തെ അതിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെ ഉണ്ടാവും തേനീച്ച കുത്തി.
മനസ്സിലായില്ലേ? അവിടെയുള്ള ഒന്നാമത്തെ പേജിൽ ഈ പിന്നെ കാടങ്കോട്ട മഹലിൽ ഒരു വീട്ടിൽ ഏറ്റവും വലിയ ചക്ക ഉണ്ടായി. ചക്കേന്റെ മുതലാളി ഇബ്രാഹിം മുതലാളി. അങ്ങനെ ഇബ്രാഹിം മുതലാളിയും ചക്കയും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താവും? ഓർക്ക് മാത്രമല്ല, എൻ്റെ അതിലും വലിയ ചക്ക അടുത്തോല ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ചക്ക എങ്ങനെ വളർത്താൻ നിങ്ങൾ രാവിലെ തന്നെ ചിന്തിക്കൂല്ലയോ? അപ്പൊ ഇവിടുത്തെ വിഷയം നിങ്ങൾ പറയുന്ന കള്ളും കഞ്ചാവൊന്നുമില്ല. നിങ്ങളെ തലച്ചോറിനെ എങ്ങോട്ട് ചിന്തിക്കണം എന്നുള്ള തലച്ചോറിന്റെ ചിന്താശക്തിയെ നശിപ്പിച്ചു കളയും. വേറൊരു ചിന്തയും ഇവിടത്തേക്ക് വരരുത്. അതാണ് ഞാൻ പറഞ്ഞ പത്രത്തിൽ കൃത്യമായിട്ടുള്ള വാർത്തകൾ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാൻ. കഴിഞ്ഞ ദിവസത്തെ വാർത്ത എന്താ? സ്കൂളിന് ടൂറ് വിടാത്തതിന് 6ാം ക്ലാസ്സിലെ ചക്കൻ തൂങ്ങി മരിച്ചതാ വാർത്ത. നിങ്ങൾ വായിച്ചോ? അത് വായിച്ചിരുന്നോ? എന്റെ അമ്മക്ക് ഞാൻ പറഞ്ഞു, അമ്മ കണ്ടില്ല 6ാം ക്ലാസ്സിലെ ചക്കൻ ടൂറിന് വിടാഞ്ഞിട്ട് മരിക്കുന്നു. എനിക്ക് 92 വയസ്സിൽ അമ്മ ഉണ്ട്. ഈ അമ്മ ഈ വാർത്ത കേട്ടതും ചിരിച്ച് മരിക്കുക. ഞാൻ അമ്മ 6ാം ക്ലാസ്സിലെ കുട്ടി മരിച്ച അമ്മ ചിരിക്കാന്ന് വെച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞതാ, ഞാൻ അതിനല്ല ചിരിച്ചത്, ഞാൻ ആലോചിച്ച് ചിരിച്ചതാണ്. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെ എന്റെ അച്ഛൻ നിന്നെ ടൂറിന് വിട്ടിട്ടില്ലല്ലോ. അങ്ങനെ മരിക്കുവാണെങ്കിൽ ഈ വീട് മുഴുവൻ നീ തൂങ്ങി ആടേണ്ടതല്ലേ, അതെന്താ നീ തൂങ്ങാത്തതെന്ന് എന്റെ അമ്മ എന്നോട്. അന്നേരത്തെ ഞാൻ ആലോചിച്ചത്, അതിനൊപ്പം ഞാൻ തൂങ്ങേനു. ഞാൻ തൂങ്ങാതിരിക്കാൻ കാരണം ആരാന്ന്? 2 ആളുകളാണ്. ഒന്ന് എൻ്റെ അച്ഛൻ, 2 എൻ്റെ സ്കൂളിലെ മാഷന്മാർ. ആ 1ാം ക്ലാസ്സിലെ സൂപ്പി മാഷിനെ ഞാൻ കൊന്നാലും മരിക്കൂല, മറക്കൂല. ആ ചങ്ങ അങ്ങനത്തെ പഠിപ്പിക്കല എന്നെ പഠിപ്പിച്ചത്. ആദ്യം പഠിപ്പിച്ചത് സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ. നിങ്ങൾ അതെല്ലാം പഠിപ്പിച്ചിനാ? ഞാനും അതെല്ലാം പഠിച്ചു. മാഷ കാണുമ്പോൾ സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ ഇങ്ങനെ നിന്നൂടുക. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? ബസ്സിലെല്ലാം കയറുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് സീറ്റെല്ലാം പിടിക്കൂലേ? സീറ്റെല്ലാം പിടിക്കുമ്പോൾ ഉണ്ടാവും സൂപ്പി മാഷ് അല്ലെ കൃഷ്ണൻ മാഷ്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ കാണാത്ത പോലെ ഇങ്ങനെ നിൽക്കും. കാരണം കഷ്ടപ്പെട്ട് പിടിച്ച സീറ്റാണല്ലോ. അപ്പോഴുണ്ട് നമ്മൾ കണ്ണില്ലേ ഒന്ന് നോക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാവും കറക്റ്റ് ഇങ്ങനെ തന്നെ നോക്കുന്നു. ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പണ്ടത്തെ സ്റ്റാൻഡപ്പ് ഞാൻ ഒരു മാഷെ കണ്ടിട്ടില്ലേനും കേട്ടോ, മാഷ ഒരു നന്നായിക്ക് കാണാൻ. മനസ്സിലായില്ലേ? മാഷക്ക് സീറ്റ് ഇപ്പോഴും നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ടാ? ചൊട്ടയിലെ ശീലം. അപ്പൊ ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടുത്തെ കള്ളും കഞ്ചാവിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി അത് പറയുന്ന വിചാരിച്ചിട്ട് ആരും ഇവിടെ ഇരിക്കണ്ട. ഞാൻ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗുളികേന്റെ ഒന്നും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വിഷയം ലഹരിയെ കുറിച്ച് അറിയാത്ത രക്ഷാകർത്താക്കളാണ് ഈ നാടിന്റെ ശാപം. നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയുണ്ട്? 6ാം ക്ലാസ്സിൽ ടൂറിന് വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കൾ തൂങ്ങിയിരിക്കുമോ? ഇല്ല. 1ാം ക്ലാസ്സിലെ ചെക്കൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഭ്രാന്ത് വന്ന് തൂങ്ങി മരിച്ച നാടാ കോഴിക്കോട് ജില്ല, തിരൂരിന്റെ ബോർഡറിൽ. 1ാം ക്ലാസ്സിലെ ചെക്കൻ, 6 വയസ്സുള്ള ചെക്കൻ തൂങ്ങി മരിച്ചു. നാട്ടുകാർ പറഞ്ഞ് തൂങ്ങി മരിച്ചതല്ല, ആരോ അത് അച്ചു കൊന്നതാണ്. നോർമലി ആ കേസ് അന്വേഷിച്ച് നോക്കുമ്പോൾ കിട്ടിയ കാഴ്ച ആ കുട്ടി തൂങ്ങി മരിച്ചത് തന്നെയാണ്. കൊറോണയ്ക്ക് ശേഷം 52.5% കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് ഭ്രാന്ത് വന്ന ലോകമായത്. 55% അധ്യാപകർക്ക് ഭ്രാന്തിന്റെ ലോകത്തേക്ക് പോയ ലോകമായത്. അറിയോ നിങ്ങള്? അപ്പൊ നിങ്ങൾ നോക്കണ്ട, 52.5% നിങ്ങളെ മക്കളുണ്ടോ നിങ്ങൾ ഇതുവരെ പരിശോധിച്ചോ? 55% അധ്യാപകർക്ക് മൊബൈൽ ഫോണും ഈ ഇന്റർനെറ്റിലൂടെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭ്രാന്ത് പോലെ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ വീട്ടിൽ ഈ മനുഷ്യന്മാർക്ക് ഇത് വന്നോ നിങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ടേ? അതൊന്നും നിങ്ങൾക്ക് വിഷയമില്ല. നിങ്ങൾക്ക് ശിരൂരിൽ അർജുന മനാഫിന്റെ യൂട്യൂബ് ചാനൽ, ഇതെല്ലാം നിങ്ങളെ ചർച്ച. ഓന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓന് മാസത്തിൽ 3 ലക്ഷം ഉറുപ്പിക ഇട്ടു. 1.5 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ 3 ലക്ഷം ഉറുപ്പിക ഇട്ടു. നിങ്ങൾ ഇങ്ങനെ വിടുന്ന കിളുകിളുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇന്നു മുതൽ നിങ്ങൾ ഇന്ത്യ ഒന്നും നന്നാക്കും നിൽക്കണ്ടേക്ക്. അതിനെല്ലാം ഇവിടെ ആളുണ്ട്. ഇന്ത്യയെല്ലാം നന്നാക്കാൻ ഇവിടെ ആളുണ്ട്. കേരളങ്ങൾ നന്നാക്കേ വേണ്ട, അതിലും നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ കാടാങ്കോട്ട് മഹലും നിങ്ങൾ നന്നാക്കണ്ട, അതിനെല്ലാം താങ്കപ്പെട്ട മനുഷ്യന്മാർ ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾ നന്നാക്കേണ്ടുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണ്? നിങ്ങളുടെ സ്വന്തം വീട് നന്നാക്കാൻ, അത് സുരക്ഷിതമാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്നും കേൾക്കണ്ട, പോയിക്കോളി എവിടെയെങ്കിലും. ഇനി നിങ്ങളെ കുറിച്ച് നാട്ടുകാരൊക്കെ നല്ലത് പറയും, ഓരോ അങ്ങനെയായിരുന്നു, ഓരോ ഇങ്ങനെയായിരുന്നു, തറവാടായിരുന്നു, അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞ നല്ലല്ലേ, ഗംഭീരല്ലേ കേൾക്കാന്. രംഗീഷ് നല്ലവനാണ്, രംഗീഷ് നല്ലവനാണോ നിങ്ങൾ പറഞ്ഞ എന്ത് കാര്യ? രംഗീഷ് നല്ലവനാണോ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ അമ്മയോട് പോയി ചോദിക്കണം, എങ്ങനെയുണ്ട് രംഗീഷ്. എൻ്റെ അമ്മയോട് നിങ്ങൾ പോയി ചോദിക്കേണ്ട താമസമാണ്. ഒരു ലീസ്റ്റിങ് ഇട്ടുതരും, കുറ്റത്തിന്റെ ഒരു ലിസ്റ്റ്. പക്ഷെ ആ കുറ്റത്തിന്റെ അവസാനം എന്നാലും എന്ന് എൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്നൊരു മൂളലുണ്ടായിട്ടുണ്ട് എങ്കിൽ എനിക്ക് സന്തോഷമാണ്.
എൻ്റെ അമ്മയുടെ മൂളിൽ കേട്ടതിന് ശേഷം ശരിക്കും ഞാൻ നല്ലവനാണോ വേറെ ആരോട് ചോദിക്കേണ്ടത്? എൻ്റെ ഭാര്യയോട് ചോദിക്കണം. എങ്ങനെയുണ്ടോ ഓളോട് ചോദിക്കേണ്ട താമസം തൊയ്ച്ചിങ് ഇട്ടോടൂ. എഞ്ചിന് ഒരു ഉപകാരം ഉണ്ട്. ഇന്നലാടാ ഇന്നിവിടെ മനസ്സിലായില്ലേ? ഇങ്ങനെ തൊയ്ക്കല്. എന്നാലും ഓള് പറയും, എന്നാലും ചങ്ങായി എന്നൊരു വർത്താനം ഓള് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ സംതൃപ്തനാണ്. എൻ്റെ മക്കളോട് ചോദിക്കണം, അച്ഛൻ എങ്ങനെയെന്ന് ചോദിക്കണം. ആ കുട്ടികൾ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും നല്ല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ സംതൃപ്തനാണ്. അപ്പൊ നിങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകണം, നിങ്ങളെ മക്കളെ ഇങ്ങോട്ടേക്ക് വിളിക്കണം, നിങ്ങളെല്ലാം വിളിക്കണം. അങ്ങോട്ടേക്ക് വിളിച്ചു അടുക്കളയിൽ അങ്ങേ മൂലക്കേക്ക് വിളിച്ചോളി മക്കളെ. എന്നിട്ട് ഐറ്റലോട് ചോദിക്കണം, ഉമ്മയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കണം. നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ ഐറ്റൽ നിങ്ങൾ ഇങ്ങനെ മുയിച്ചു നോക്കും കുറച്ചു നേരം. എന്നിട്ട് ഐറ്റലോട് ചോദിക്കണം, ഉമ്മേനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കണം. നിങ്ങൾ ഐറ്റൽ നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയുന്ന മറുപടി എന്താ അറിയാം? ഉമ്മയാ പൊട്ടത്തിയടാ പൊട്ടത്തി, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന പൊട്ടത്തി. അപ്പൊ നിങ്ങളൊന്നും പേടിക്കണ്ട, അങ്ങനെ ആയിട്ടുള്ള പറയും. കാരണം നിങ്ങളെ മനസ്സ് ഇത്രയേറെ പഠിച്ച വേറൊരാളും ഈ ലോകത്തില്ല. നിങ്ങളെ മക്കളെ പോലെ നിങ്ങളുടെ മക്കള് മനസ്സ് പഠിച്ച വേറെ ആരും ഈ ലോകത്തില്ല. ശരിയാണോ തെറ്റാണോ? രണ്ടാമത് നിങ്ങൾ ഉമ്മമാർ ചോദിക്കണം, ബാപ്പേനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിച്ചോ. അപ്പൊ ഈറ്റുള്ള ആര്? ബാപ്പയാ. പറഞ്ഞ ആ ബാപ്പ പണ്ടേ പൊട്ടനാണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കണം, സ്കൂളെ മാഷന്മാരെ കുറിച്ച് എന്താ അഭിപ്രായം? സ്കൂളെ മാഷന്മാരെ കുറിച്ചോ? മാഷ് എന്ത് മാഷ്, യൂട്യൂബാ നല്ലത്, അതിലുള്ള മാഷ കാണണം നീറ്റുകൾ പറയും. ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങള്. ഇതാണ് ഈ ലോകത്തോട് ഞാൻ വേറെ ഉദാഹരണം ഒന്നും വേണ്ട, പ്രവാസ ലോകത്തുള്ള മനുഷ്യന്മാരെ ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്ന ധൈര്യം ആരുടെ ധൈര്യമാണ്? ആ പ്രവാസ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന്മാരുടെ ധൈര്യത്തിലല്ലേ? എന്നാൽ നിങ്ങൾ ദിവസം എത്ര പ്രാവശ്യമായി അയാൾ ഓർമ്മിക്കുക? നിങ്ങൾക്ക് പൈസേന്റെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അപ്പടെ ഓർമ്മ വരും. എന്നിട്ട് വാട്സപ്പിൽ കുറച്ച് വേണോ ഇവിടെ കൊടുക്കണം, ആയിരങ്ങൾ കഴിഞ്ഞ തന്ന് എത്തിയില്ല കളകളകളകളാന്ന് പറയാന്നല്ലാണ്ട്. അതേസമയം പ്രവാസിയുടെ മനസ്സിലുണ്ടല്ലോ, ജോലി കഴിഞ്ഞിട്ടുള്ള ഓരോ നിമിഷവും ഭാര്യയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും ഇടവലക്കാരനെ കുറിച്ചും ഒക്കെയാ ചിന്ത ഉണ്ടാവുക. പ്രവാസ ലോകത്തുള്ളവർക്ക് അറിയാം. ശരിയാണോ തെറ്റാണോ? അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ജീവിക്കുന്നത്. നിങ്ങൾക്കോ ഒരു നന്ദി അങ്ങോട്ടില്ല. താനും വന്നാല് നിങ്ങൾ വേണം എന്ന് പരീക്ഷ നിങ്ങൾ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാൽ നിങ്ങൾ പറയാ, ഇനി 1.5 കൊല്ലം ഞാൻ പോകുന്നില്ല, എനിക്ക് എന്റെ കൂടെ ജീവിക്കണം, മക്കളോടെ ജീവിക്കണം എന്ന് നിങ്ങളെന്താ പറയാ? നിങ്ങളെന്ത് വർത്താനം പറയുന്നത്? പെണ്ണ് വളർന്നിങ്ങ് വരുന്നുണ്ട്, കാറിന്റെ അടവടച്ചോ പെയിന്റ് അടുത്തുള്ള അടിക്കണ്ടല്ലേ എന്ന് വെച്ചിട്ട് ആ ചങ്ങായിന് അന്നേരം തന്നെ ആട്ടി ഓടിച്ചാൽ. ശരിയാണോ? ഈ ഒരു പൊരുത്തമില്ലായ്മ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ലഹരിക്കെതിരെ പോരാടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കളെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത്. 4ാം ക്ലാസ്സിലെ കുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി തൂങ്ങി മരിക്കുന്നുണ്ടോ? നിങ്ങൾ എടോ ഇനി തൂങ്ങി മരിക്കടോ, ഒന്നാലോചിച്ചോ. തൂങ്ങി മരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ ടൂറിന് വിടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ഈ രീതിയിലേക്ക് നിങ്ങളെ വീട്ടിലുള്ള ഓരോ കുട്ടിയും ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പേടി ഉണ്ടാവുക. ശരിയാണോ തെറ്റാണോ? ഈ കുട്ടി മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പേടിയായില്ലേ? പക്ഷെ ഇത് ദിവസവും കാണുന്നവന്റെ പേരാണ് പോലീസുകാരൻ. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളിപ്പോ ഇവിടെ വന്നിരുന്നില്ല, നിങ്ങളിപ്പോ വന്നില്ല, ഇന്നലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വന്നല്ലേ ഇവിടെ. നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ? ഒന്നും പ്രാർത്ഥിച്ചില്ല. എന്താ പ്രാർത്ഥിച്ചത്? തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ ഒരു കള്ളനും കയറരുത് എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങള് വീട് സുരക്ഷിതമായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചോ? തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ ആരും ഒളിച്ചോടരുത് നിങ്ങൾ പ്രാർത്ഥിച്ചോ? വീട്ടിൽ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ, ബൈക്കിൽ ഇറങ്ങിപ്പോയ ഭർത്താവ്, കാറിൽ പോയ ഭർത്താവ് തിരിച്ചു വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ? നമ്മളിവിടെ കെട്ടിയിട്ട കൊടിതോരണങ്ങളൊക്കെ വളരെ മനോഹരമായി ഇവിടെ തന്നെ ഉണ്ടാവണം നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ ഇതൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാൽ ചന്തേരയിലുള്ള ഷിബുസാർ ഉൾപ്പെടെ രാവിലെ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ഈ ചന്തേര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാർത്ഥ ഹൃദയമുണ്ട് എങ്കിൽ അത് ചന്തേരയിലെ പോലീസുകാരെ. നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടിയും ഒളിച്ചോടരുത് എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ഈ ചന്തേരയിലെ പോലീസുകാരനായിരിക്കും. ഈ മണ്ണിൽ നിന്ന് ഒരു കുട്ടിയും ലഹരി ഉപയോഗിച്ച് നശിക്കരുത് എന്ന്, ആരുടെ കയ്യിലും ലഹരി പിടിക്കരുത് എന്ന് ആത്മാർത്ഥമായി മനംനൊന്ത് പ്രാർത്ഥിക്കുന്നവന്റെ പേര് ഈ ചന്തരയിലെ പോലീസുകാരനാണ്. കാരണം എന്താ? നിങ്ങളെ വീട്ടിൽ കള്ളങ്കാരി വിളിക്കെന്താ? എന്തൊക്കെ ഉണ്ടോ? നിങ്ങളെ വീട്ടിൽ കള്ളങ്കാരി നിങ്ങൾക്ക് എന്ത് പ്രശ്നം? അന്നേരം കുറച്ച് കരയണമെന്നല്ലാണ്ട് പോയി
150 അവൻ പോയി, എന്ത് പോയി, ഇങ്ങനെ പറയാന്നല്ലാണ്ട് ആ നിമിഷം മുതൽ ആ കള്ളന്റെ പുറകെ ഓടേണ്ടവന്റെ പേരാ പോലീസുകാരൻ. ഇനി നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഒളിച്ചോടിയാൽ നിങ്ങൾക്ക് എന്ത് വീട്ടിൽ കുത്തിരിഞ്ഞ് കാര്യന്നല്ലാണ്ട് ഇടവലക്കാരൻ കഞ്ഞിയും ചായലും കൊണ്ട് തരും. പാവോ എങ്ങനെ പോറ്റിയ വെണ്ണേനും പോയില്ലേ എന്നിട്ട് കുറെ പായസവും കഞ്ഞിയെല്ലാം കൊണ്ട് തരുമ്പോഴും ഈ പോലീസുകാരൻ, ഈ കുട്ടിയുടെ പുറകെ ഓടിയ പോലീസുകാരൻ വെള്ളം കുടിച്ചോ നിങ്ങളെപ്പോഴും നോക്കിയിട്ടുണ്ട്? അപ്പൊ നിങ്ങൾ ഈ നാട്ടിലെ സകല പ്രശ്നങ്ങളിലും നിരന്തരം ഇടപെടുന്നവൻ പോലീസുകാരനാണെങ്കിൽ ഈ നാടിന്റെ ശരിയായ സ്പന്ദനം മനസ്സിലാക്കാൻ കഴിയുന്നത് ആരായിരിക്കും? കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് പോലും കഴിഞ്ഞ ദിവസം 3.8 കിലോ MDMA പിടിച്ചത്. ഈ 3.8 കിലോ MDMA ഉപയോഗിച്ചത് ഇവിടുത്തെ ചന്തേരയിലെ പോലീസുകാരാണോ? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്ന്, ആർക്ക് വേണ്ടിയിട്ടാണ് ആ ചങ്ങാതി ഇത് കൊണ്ടുവന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് ഇതിന്റെ ഉപഭോക്താവ് എന്ന് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ആ ചർച്ചകൾ ഇല്ലാത്തിടത്തോളം കാലം, ആ പേടി നിങ്ങൾക്ക് ഇല്ലാത്തിടത്തോളം കാലം ഒരു ബോധവൽക്കരണ ക്ലാസ് കൊണ്ടും കാര്യമില്ല. ഞാൻ തന്നെ ഇല്ലേ 12 കൊല്ലായി ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത്. എത്ര കൊല്ലം? 12 കൊല്ലം. എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇന്ന് വരെ ഒരുത്തരും നന്നായിട്ടില്ല. നിങ്ങളും നന്നാവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അപ്പൊ നിങ്ങളേക്ക് നട്ടുച്ചക്ക് എന്തിനാ പൊട്ട ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഞാൻ ക്ലാസിന്റെ അവസാനങ്ങൾ ചോദിച്ചിട്ടുണ്ടെ പറഞ്ഞുതരാം. അല്ലാണ്ട് നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് പേടിയുള്ളവരാവുന്നു നന്നാവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ചന്തേരയിൽ കള്ള് ഇനിയും പിടിക്കും, ചന്തേരയിൽ ഇനിയും MDMA പിടിക്കും, ഇവിടുത്തെ കുട്ടികൾ ഇനിയും തൂങ്ങിച്ചാവും, ഇവിടുത്തെ കുട്ടികൾ ഇനിയും ഒളിച്ചോടും, ഇവിടുത്തെ എല്ലാം ഇതേപോലെ പൊന്തിപ്പോകും. പൊന്താതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നല്ല രക്ഷാകർത്താവണം. അതിന് ഏറ്റവും നല്ലത് നിങ്ങളെ മനസ്സ് ഒരു പോലീസുകാരന്റെ മനസ്സാവണം. പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മുഖത്ത് ഇപ്പം ഒരു പ്ലിങ്ങിയ നോട്ടാ നിങ്ങൾ എന്നെ നോക്കിയത്. പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മുഖത്ത് എന്താ, നിങ്ങളെ മനസ്സിലെന്താ പോലീസ് എന്ന് പറയുമ്പോൾ ഓടി വന്നത്? ആ വളവ് ഹെൽമെറ്റ് പിടിക്കുന്നോ, റോഡും നിൽക്കുന്ന ചങ്ങായി. റോഡുമ്മൽ ഹെൽമെറ്റ് പിടിക്കുന്നവൻ നല്ല പോലീസുകാരൻ. ആ റോഡുമ്മൽ പോലീസുകാരന്റെ സാമീപ്യം ഉള്ളത് കൊണ്ടാണ് ഈ നാട് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. നിങ്ങളവിടെ ഓർമ്മിച്ചവിടെ വെച്ചോ? പോലീസ് ഒരു ഓട്ടോറിക്ഷക്കാരനെ തൊടുമ്പോഴേക്ക് ഇവിടെ ഈ യൂട്യൂബർമാർക്കും ചാനലുകാർക്കും പൊള്ളുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ആ പോലീസിന്റെ സാമീപ്യം ആ യൂട്യൂബർമാർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഉറപ്പിച്ചോ? ന്യായങ്ങളും അന്യായങ്ങളും അറിയാതെ ഈ സമൂഹത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ, ഈ വിഭാഗത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുരക്ഷിതത്വമാണെന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കഴിഞ്ഞ ദിവസം ആ കാസർഗോഡ് നിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരനെ ആ പോലീസ് പിടിക്കുന്ന ഒരു രംഗങ്ങൾ കണ്ടപ്പോൾ നിങ്ങളതിന് ലൈക്ക് അടിച്ചോ, കമന്റ് അടിച്ചോ, തെറി വിളിച്ചോ? നിങ്ങളെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാവുന്ന പ്രതീക്ഷ. എന്തിനാ പോലീസുകാരനെ ചങ്ങാതിനെ കുത്തിപ്പിടിച്ചത്? ഒരു പ്രായമുള്ള അമ്മയെയും ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെയും ഓട്ടോറിക്ഷക്കാരൻ പാതി വഴിയിൽ ഇട്ട് തെറ്റിക്കളഞ്ഞു. റോഡുമ്മിൽ ഇട്ടേച്ച് തെറ്റിപ്പൻ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാതെ പാതി വഴിയിൽ ഇട്ടേച്ച് പോയതിന് ആ അമ്മയുടെ പരാതി അന്വേഷിക്കാൻ പോയ SI ആണ് ഇവരൊക്കെ കൂട്ടം കൂടി നിന്ന് ഒരു ക്യാമറയുടെ ചുറ്റും എത്തിയപ്പോ ഇറങ്ങി വന്നിട്ട് ചർച്ച ക്രൂശിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായിക്കോ. നാളെ നിങ്ങളെ റോഡിൽ ഇറക്കി വിട്ടാൽ ചോദിക്കാൻ ഒരു പോലീസുകാരനും ധൈര്യമില്ലാത്തൊരവസ്ഥ ഇവിടെ ഉണ്ട് എങ്കിൽ ഈ കസേരമിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, ചങ്കൂറ്റുണ്ടാവില്ല. ആ ചങ്കൂറ്റം വേണമെങ്കിൽ ഇവിടെ നീതി നടപ്പിലാവണം. പോലീസുകാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെ പോലീസുകാരൻ ശിക്ഷിക്കപ്പെടണം, അതിലൊരു തർക്കമില്ല. പക്ഷെ എന്തിന് എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടില്ല എങ്കിൽ, അതാ ഞാൻ പറഞ്ഞ നിങ്ങളെ തലച്ചോറ് മുഴുവൻ ആരാ സ്വാധീനിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിലാണ് നിങ്ങളെ തലച്ചോറ്. അതിനപ്പുറത്തേക്കൊരു ചോദ്യം തിരിച്ചു ചോദിക്കാൻ ഈ റോഡും കൂടി എത്ര പോലീസുകാർ വന്നിട്ടുണ്ട്? എല്ലാ ഓട്ടോറിക്ഷക്കാരെയും പോലീസുകാരൻ പിടിച്ചടിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര പ്രാവശ്യം ബൈക്കുമ്പോൾ പോയിട്ടുണ്ട്? എല്ലാ പ്രാവശ്യവും നിങ്ങളെ പോലീസുകാരനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവനെ കൈ കാണിച്ച് അവനെ ചോദ്യം ചെയ്തതെന്ന് ചിന്തിക്കാനുള്ള സാമാന്യമായ വിവേകം ഈ സമൂഹത്തിനില്ല എങ്കിൽ ഈ ലഹരി മാഫിയ ഈ കേരളം കീഴടക്കി നശിപ്പിച്ചു കളയും. ഓക്കെ, അപ്പൊ ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കപ്പെടണം, അതിലൊരു തർക്കമില്ല. അപ്പൊ നമ്മളെ വിഷയം എന്താ? മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകും? നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയുണ്ട്? പറഞ്ഞാൽ കേൾക്കുന്നുണ്ടാ? രാവിലെ സുബഹ് നിസ്കരിച്ചിട്ട് തന്നെയാണോ നിങ്ങളെ മക്കൾ എഴുന്നേൽക്കുന്നത്? സന്ധ്യക്കുള്ള മഗ്‌രിബ് നിസ്കരിക്കുന്ന വീട്ടിലെത്തുന്നുണ്ടോ? കൃത്യസമയത്ത് നിങ്ങളെ മക്കള് ഉറങ്ങുന്നുണ്ടോ രാത്രി? നിങ്ങളെ മക്കൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മക്കളുടെ മുടി മുറിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും പയറൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കളകള എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ടോ? വസ്ത്രം കൃത്യമായി നിങ്ങൾ പറയുന്ന പോലെ തന്നെയാണോ നിങ്ങളെ മക്കളൊക്കെ ധരിക്കുന്നത്? ആണോ? എനിക്ക് യെസ് ഓർ നോ എന്ന് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കണം. കാരണം തങ്കപ്പെട്ട നാടായത്. അങ്ങനെ തന്നെയാണോ നിങ്ങളെ മക്കള്?
കുറച്ച് വ്യത്യാസമുണ്ടല്ലേ? യെസ്. എന്നാ സൂക്ഷിച്ചു, എന്റെ രണ്ടെണ്ണത്തിന് ഈ സ്വഭാവം ഉണ്ട്. ഞാൻ ആകെ ടെൻഷനിലാണ്. അതിന് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന 152 രാജ്യങ്ങൾ സന്ദർശിച്ച അയാളാണ് ഏറ്റവും നല്ല മറുപടി പറഞ്ഞത്. അയാളോട് ചോദിച്ചു, സന്തോഷ് ജോർജ് കുളങ്ങര, എന്താണ് നമ്മളെ കുട്ടികൾ ഇങ്ങനെയായിപ്പോയത്? അയറ്റോട് എല്ലാ നല്ല വിദ്യാഭ്യാസ സ്ഥാപനവും നല്ല സാഹചര്യങ്ങളും പട്ടിണിയൊന്നും ഇല്ലാഞ്ഞിട്ടും എന്തേ നമ്മള് മക്കള് തലതിരിഞ്ഞു പോയത് എന്ന് ചോദിച്ചപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 3-ാമത്തെ വയസ്സ് മുതൽ മദ്രസയിൽ നിന്ന് പഠനം തുടങ്ങുന്ന കേരളത്തിലെ ഒരു കുട്ടി, 3-ാമത്തെ വയസ്സിൽ അംഗനവാടിയിൽ നിന്ന് ABCD പഠിക്കുന്ന കേരളത്തിലെ ഒരു കുട്ടി പഠിച്ച് 12-ാം ക്ലാസ്സിലെത്തുമ്പോൾ 17 വയസ്സുകാരനായി A+മായിട്ട് വീട്ടിലേക്ക് ഉമ്മയുടെ അടുത്തേക്ക് ബാപ്പയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ആ കുട്ടിക്ക് കള്ള് കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള ബോധമുണ്ടാക്കിയെടുക്കുവാൻ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ കുട്ടി എന്താണ് സ്കൂളിൽ നിന്ന് പഠിച്ചതെന്ന് അയാൾ ചോദിച്ചത്. ബാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കണമെന്ന്, സമൂഹത്തെ മാനിക്കണമെന്ന് ഈ 10 കൊല്ലത്തെ വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ 13 കൊല്ലത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുട്ടിക്ക് പഠിപ്പിക്കാൻ, നമ്മുടെ കുട്ടിയുടെ തലച്ചോറിലേക്ക് ആ പഠിപ്പ് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുട്ടി എന്താണ് ഈ സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നും പഠിച്ചതെന്നാണ് ചോദിച്ചത്. ശരിയാണോ തെറ്റാണോ? ഈ റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന്, ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്ന്, എന്ത് ഭക്ഷിക്കണമെന്ന്, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഈ 12 കൊല്ലത്തെ 13 കൊല്ലത്തെ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടിയുടെ തലച്ചോറിന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് A+, പിന്നെ എന്ത് തറവാട്, പിന്നെ എത്ര നല്ല മനോഹരമായ കെട്ടിടം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അപ്പൊ എന്റെ മകൻ തലതിരിഞ്ഞു പോയത് ആകുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. മദ്രസയേക്കാൾ അപ്പുറത്തേക്ക്, സ്കൂളിനേക്കാൾ അപ്പുറത്തേക്ക് ഉമ്മയും ഉപ്പയുമാണ് കുട്ടിയുടെ റോൾ മോഡൽ. ഉമ്മ പഠിപ്പിക്കാത്ത, ഉപ്പ പഠിപ്പിക്കാത്ത ഒരു സംഗതികളും മക്കൾ പഠിക്കുന്നില്ല. അപ്പൊ എന്റെ വിഷയം ഇവിടെ കള്ളും കഞ്ചാവല്ല, മക്കളുടെ തലച്ചോറിലേക്ക് വേണ്ട സംഗതികൾ എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നല്ല. സത്യമാണോ? അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ സൂക്ഷിച്ചോ. കാരണം എനിക്ക് ഉമ്മമാരോട് പറയാനുള്ള അറിയോ, നിങ്ങൾ നല്ലൊരു ഉമ്മയാണെങ്കിലല്ലേ നിങ്ങളെ കുട്ടി നശിച്ചു പോയില്ല. കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴും സ്കൂൾ പഠിക്കുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും നന്മ ചെയ്യുമ്പോഴും ഭക്ഷിക്കുമ്പോഴും ഉമ്മയും ഉപ്പയും ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് ഒരു തോന്നിയാശയായി മാറുക? ആ കുട്ടിക്ക് എങ്ങനെയാണ് കഞ്ചാവ് വലിക്കാൻ തോന്നുക? ആ കുട്ടിക്ക് എങ്ങനെയാണ് കണ്ട വൃത്തികെട്ടവന്റെ കൂടെ പ്രണയിച്ച് പുറകെ നടക്കാൻ തോന്നുവോ? ഇല്ല. അപ്പൊ നിങ്ങളെ മക്കളുടെ കണ്ണിൽ നിങ്ങൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ള സത്യം. അങ്ങനെ ജീവിപ്പിക്കണമെങ്കിൽ ആ കുട്ടികളെ സ്നേഹിക്കണം. കുട്ടിയെ കുറെ പൈസ കൊടുത്തോണ്ടോ, കുറെ തിന്നും കൊടുത്തോണ്ടോ, ഓല് പറയുന്ന പോലെ മുടി വളർത്തിയത് കൊണ്ടൊന്നും നിങ്ങളെ മക്കളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവില്ല. മക്കളുടെ മനസ്സിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ മക്കളോടൊത്ത് ജീവിക്കണം. എനിക്ക് ഡ്യൂട്ടിയാണ്, എനിക്ക് പണിയാണ്, തിരക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സന്ധ്യാസമയത്തെ ഭക്ഷണം ഒരു കാരണവശാലും വീടിന് പുറത്താവരുത്. ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചു പോയി കഴിക്കുക. സ്വന്തം വീട്ടകങ്ങളിലെ മേശക്ക് ചുറ്റും സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിച്ചിരിക്കുന്ന കുടുംബത്തിൽ ഒരു കുട്ടിയും നശിച്ചു പോയ ചരിത്രമില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? നമ്മളിങ്ങനെ നശിച്ച മനുഷ്യന്മാരോട് ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്, എന്നെ സ്നേഹിക്കാൻ ആളില്ല, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ബാപ്പ ചോദിക്കും, ATM കാർഡ് എന്റെ കയ്യിലാണുള്ളത്, എന്റെ വീട്ടിലെ ചെലവുകളെല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ്. പക്ഷേ കിട്ടേണ്ടിടത്തുനിന്ന് എന്ത് കിട്ടുന്നില്ല? സ്നേഹം കിട്ടുന്നില്ല. ആ സ്നേഹം കുട്ടിയുടെ മനസ്സിൽ ലഹരിയായി മാറണം. ഓക്കെ, അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സമയമില്ല. ഞാൻ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ട് നമുക്ക് പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾ ഈ മിണ്ടൊന്നുമില്ല. എനിക്ക് നിങ്ങൾ കൊണ്ടൂലെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവരെല്ലാം നാവ് നിങ്ങൾ കാണണം. എൻ്റെ അടിയും കുറെ പെണ്ണുങ്ങളുണ്ട്. എൻ്റെ അമ്മ, ഭാര്യ, 4 പെങ്ങന്മാർക്ക് മുഴുവൻ 2 മരുമക്കള്, പെൺപട പൊയ്ത്തൊരു വീടാ എൻ്റെ അട. ഇവരെ വാർത്ത കോനാലല്ലേ ഇരിക്കും നിങ്ങളെ പോലെ തന്നെ, അടക്കവും ഒതുക്കവും എന്തൊരു ഭംഗിയെന്നറിയാം. എൻ്റെ അമ്മേനെല്ലാം കാണാൻ കോനാലിരിക്കുമ്പോൾ. ഇവരെ ശരിക്കുള്ള തനിക്കോണം കാണണമെങ്കിലേ അടുക്കളേൻ്റെ അപ്പുറത്തൊരു വരാന്തുണ്ട്, ആടക്കോണങ്ങൾ. എൻ്റെ അമ്മേൻ്റെ നാവ് ഇത്രയുള്ള നാവ്. പാലസ്തീനിലെ ബോംബ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന നോ എന്നോ. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? നോ. ഒച്ച വരുന്നുണ്ട് കേട്ടാ, നന്നാവും നിങ്ങള്. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ലഹരി ഉണ്ടോ?
വെരി ഗുഡ്. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാടാങ്കോട്ട് മഹലിലാട്ടോ ഞാൻ ശരിക്കും പടച്ചോന്മാരെ കണ്ടത്. ലഹരിയൊന്നും ഇല്ലാത്ത കുറേ മനുഷ്യന്മാരെ ഞാൻ ജന്മത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. നമുക്കൊരു സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു സ്വകാര്യം പറയട്ടെ, ലഹരിയില്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ലഹരി വേണം. ലഹരി ഇല്ല എന്ന് പറഞ്ഞാലല്ല എത്രയും പെട്ടെന്ന് മരിച്ച ആളാണ്. കാരണം ലഹരിയില്ലാത്ത മനുഷ്യന്മാർ. അപ്പം കുറെ ആണുങ്ങൾ വിചാരിക്കും ഇവൻ എൻ്റെ ടീമാണ്, പോകുമ്പം കാണണം, ഒരു പെട്ടി ഞാൻ തരും, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നുണ്ട് എന്നല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതെന്റെ തെറ്റല്ല കേട്ടോ. ഞാൻ ഒരു ടീമുമല്ല. ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞാൽ എന്തിനെതിരെ ക്ലാസ് എടുക്കണമെന്ന് ഇനി ഞാൻ പറയാമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലഹരി ഇല്ല എന്നല്ലേ പറഞ്ഞത്. അതിന് ആദ്യം ലഹരി എന്താ നിങ്ങൾക്ക് തിരിയണ്ടേ? വാട്ട് ഈസ് ലഹരി? ലഹരി എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂ. പക്ഷെ മലയാളിക്കല്ല ഇല്ല എന്നാ പറയാ. നിങ്ങൾ മലയാളിയാണ്, മലയാളി തന്നെ കേട്ടോ. കാരണം എന്താ അറിയോ, നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ മലയാളിയാണോ എന്നൊരൊറ്റ ഒരു രണ്ട് ചോദ്യത്തോട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഏതാ? നല്ല ഏറ്റവും നല്ല പ്ലേറ്റിലാണോ നിങ്ങൾ ഭക്ഷണം കഴിച്ചത്? അല്ല, അതേടിയല്ലേ? കറക്റ്റ് എൻ്റെ അവിടെ പോലെ തന്നെ. എനിക്ക് ഇന്നലെ ഭാര്യ തന്ന കരിമ്പനടിച്ച പ്ലേറ്റാണ്. മനസ്സിലായില്ല? നല്ല പ്ലേറ്റ്. ഞാൻ ചോദിച്ചു എല്ലാ ഭാര്യ നല്ല തന്നൂടെ? ഓള് പറഞ്ഞത് ആരെങ്കിലും വരുമ്പം കൊടുക്കേ കളമാരി അങ്ങനെ. എന്നാ കൊറോണയ്ക്ക് ശേഷം എൻ്റെ അവിടെ ആരും വന്നിട്ടില്ല. എന്നിട്ട് ഓക്ക് പ്രതീക്ഷ ആരോ വരുന്നു. നിങ്ങൾ ഇന്നലെ തോർത്തേതാ? എനിക്ക് ഇന്നലെ തന്ന തോർത്ത് കാണണം. അത് വലയാണോ നെറ്റാണോ അത് കറുപ്പാണോ വെളുപ്പാണോ എന്ന് എനിക്ക് ഇരുന്നില്ല. നിങ്ങളുടെ എങ്ങനെ നല്ലത് പെട്ടിയിലാണ്. ഇനി ബെഡ്ഷീറ്റ് കാണണം എൻ്റെ അടുത്ത്. അത് കാല് രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ അത് മാക്സി ഇട്ട പോലെയാണോ ഉടുപ്പിട്ട പോലെയാണോ ഒന്നും തിരിയില്ല. അപ്പൊ നമ്മളെല്ലാം ഒരേപോലെ തന്നെയാ കേട്ടോ. പിന്നെ കാടങ്കോടും വടകരയൊന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇത് തന്നെയാ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം. അച്ഛൻ എന്നെ രംഗീഷേ കുങ്കൂന്നൊന്നും എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച മുഴുത്ത തെറിയ, കേൾക്കാൻ പറ്റാത്ത തെറി. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച തെറിയിൽ ഏറ്റവും നല്ലൊരു തെറി നിങ്ങളോട് പറഞ്ഞു തരട്ടെ. നിങ്ങളോട് പറയാൻ പറ്റിയൊരു തെറി എന്നാരോ പെറുക്കി. ഇങ്ങനെ പെറുക്കി എന്നാണ് എൻ്റെ അച്ഛൻ എന്നെ. അത് വിളിക്കുമ്പോൾ എനിക്ക് സമാധാനം എന്താ പറയും, മറ്റേ വിളിച്ചിട്ടില്ലല്ലോ. മനസ്സിലായില്ലേ? നമ്മൾ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ ചോദിക്കും പെറുക്കി ഇപ്പൊ സ്കൂൾ വിട്ടത്. അപ്പൊ ഞാൻ വടച്ചോനെ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ മാനം കാത്തു. കാരണം പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം എന്നറിയോ, ആ അച്ഛനെ ഞാനിന്ന് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ അച്ഛനുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈക്കൊക്കെ പുറകിലും പോലീസിലും നിൽക്കുന്നത്. പോലീസിനെതിരെ നിങ്ങൾ മുദ്രാവാക്യം ഒന്നും വിളിച്ചില്ല. പോലീസെല്ലാം എന്നാലും ചില അങ്ങനെ നല്ല നല്ല മുദ്രാവാക്യങ്ങൾ. ഞാനും അംസല്ലേ സമരക്കാരെ ഇങ്ങനെ തടയാൻ പറ്റില്ല. അംസ ചോദിക്കൂ എനിക്ക് ഉളുപ്പില്ല, ഇനി ഇന്നെ തെറി വിളിച്ചിട്ട് ഇനി എന്തിനാ ഓല നോക്കി ചിരിക്കുന്നു? ഞാൻ പറഞ്ഞു എന്നെ എന്തിനു ഞാൻ ചിരിക്കാതിരിക്കണം? ഇഞ്ചി ഈ തെറി കേട്ടിട്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വളർത്തു ദോഷം. എൻ്റെ അച്ഛൻ്റെ തെറിന്റെ 7 അയലത്ത് എത്തിയിട്ടില്ല സമരക്കാരൻ്റെ തെറി. എന്നെ തോപ്പിക്കണമെങ്കിൽ ഇതിലും മൂത്ത തെറി വിളിക്കണമല്ലോ, എന്നാലേ എന്നെ തോപ്പിക്കാൻ പറ്റൂ. എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോട് തന്നെയല്ലേ എൻ്റെ ക്രെഡിബിലിറ്റി ആണോ? അതുകൊണ്ട് എല്ലാം കേട്ടും അനുഭവിച്ചു അറിയുന്ന ഒരു കുട്ടിയായിട്ട് ഞാൻ വളർന്നത് കൊണ്ടാണ് എനിക്ക് ഈ മൈക്കൊക്കെ പുറകിൽ നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ലഹരി എന്താന്ന് ഈ നിമിഷം എല്ലാവരും പഠിച്ചാടോ. ഇനി ലഹരി ഇല്ലാന്നാലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലിങ്ങി മരിച്ചു. വാട്ട് ഈസ് ലഹരി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാധനം കാണുകയോ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ആ സാധനത്തെ വീണ്ടും വീണ്ടും കാണാനും വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, അത് കാണുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, വീണ്ടും കാണണമെന്നും ഉപയോഗിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ ആ സാധനമാണ്, ആ വസ്തുവാണ് ലഹരി. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ സന്തോഷം വരിക, വീണ്ടും വീണ്ടും കാണാൻ തോന്നുക. എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക. എന്തെങ്കിലും ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാവിലെ എണീക്കുമ്പോൾ കാണണം, ഉപയോഗിക്കണം ചെയ്യണം എന്ന് തോന്നുന്നത് ഒന്നുമില്ല. എന്താടോ? വെരി ഗുഡ്. കേട്ടില്ലേ? നിങ്ങളെല്ലാം എങ്ങനെ നിന്നോളി. ഓന് കാണണം എന്ന് തോന്നുന്നു. ഫോണാ പോലും. ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോ ഫോണ് തോണ്ടണം, ഫോണ് മാന്തണം, റീൽസ് നോക്കണം, സ്റ്റാറ്റസ് നോക്കണം എന്ന് തോന്നി ഫോണിനെ ഞെക്കി പിടിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ ഓനെന്താ ലഹരി? പറ. ഫോൺ ഒരു ഒച്ചത്ത് പറഞ്ഞോളി, മറന്നോണ്ടാ. ഫോൺ ഒരു വെരി ഗുഡ്. ഇനി രാവിലെ എണീക്കുമ്പോ വേറെ തോന്നുന്നുണ്ടോ?
എന്താണ്? പറഞ്ഞോ. വണ്ടർഫുൾ. ദൈവട്ടോ ഓനെ നല്ലോണം നോക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോ എക്സസൈസ് ചെയ്യണം, ശരീരത്തെ സംരക്ഷിക്കണം, വീണ്ടും വീണ്ടും എക്സസൈസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ കായികാഭ്യാസവും കളിയും എക്സസൈസും പറഞ്ഞോ ഒരു ലഹരിയാണ്. രാവിലെ ചായ കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കാപ്പി കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി ഗ്രീൻ ടീ കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാളെയും കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും ഗ്രീൻ ടീയും ചൂടുവെള്ളവും ലഹരിയാണ്. എന്താണ്? ലഹരിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പാട്ട് കേൾക്കുമ്പോൾ, ഡാൻസ് കാണുമ്പോൾ, കരാട്ട ചെയ്യുമ്പോ, കുംഫു ചെയ്യുമ്പോ, ചെടി വളർത്തുമ്പോ, യാത്ര പോകുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ ചെടി വളർത്തലും കളരിയും കരാട്ടയും ചിത്രം വരക്കലും പാട്ട് കേൾക്കലും ഡാൻസ് കാണലും എല്ലാം എന്താണ്? ലഹരി. ഇനി തിന്നുമ്പോഴാണ് സന്തോഷമെങ്കിൽ തിന്നലാണ് ലഹരി. ഉറങ്ങുമ്പോഴാണ് ലഹരി സന്തോഷമെങ്കിൽ ഉറങ്ങലാണ് ലഹരി. അമ്മായിയമ്മയോട് അടികൂടുമ്പോഴാണ് സന്തോഷമെങ്കിൽ അമ്മായിയമ്മയും അടികൂടലുമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ ഏതേലും ഇല്ല എന്ന് പറഞ്ഞേ? എല്ലാ ചങ്ങായിയെ, എനിക്ക് രാവിലെ എണീക്കുമ്പോ ബുക്ക് തുറക്കണം, വായിക്കണം, പഠിക്കണം എന്നിങ്ങനെ മുട്ടുന്നുണ്ടോ? ഇല്ല. കേട്ടില്ല? ഈ കുട്ടികൾ സത്യസന്ധരാട്ടോ. കാരണം ഓലിക്ക് വായിക്കുന്നതും പഠിക്കുന്നതും ലഹരിയല്ല. പിന്നെ എന്തിനാ ഇത്രയും വലിയ മദ്രസ? ചോദ്യം മനസ്സിലായില്ല നിങ്ങൾക്ക്? വളരെ സിമ്പിളാ. കാരണം അപ്പൊ ഈ കുട്ടികളെ ഓലിക്ക് സാഹചര്യം എല്ലാ വിഷയം ഓലിക്ക് അത് കണ്ണെടുത്താ കണ്ടുകൂടാ. ഈ ബിൽഡിംഗ് അല്ലോ വിഷയം. ഏതാ കണ്ണെടുത്താ കണ്ടുകൂടാത്ത? നോക്കുമ്പോ ഞാനും അങ്ങനെ തന്നെയാണ്. എനക്ക് ആ ഇംഗ്ലീഷിന്റെ ബുക്ക് കണ്ടാ മതി, അപ്പടെ ഉറങ്ങിപ്പോകും. നിങ്ങൾക്കോ? എന്റെ അച്ഛൻ ഏറ്റവും വലിയ തന്ത്രത, സന്ധ്യക്ക് കളിക്കാൻ കഴിഞ്ഞ് വന്നാൽ ഇംഗ്ലീഷ് തുറന്നോന്ന് പറയും. പിന്നെ ഒരു ക്രൂ എന്നുള്ളൊരു ഒച്ച കേൾക്കാം. അത്രയേറെ ആത്മാർത്ഥമായ പഠനമായിരുന്നു എൻ്റെത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എനിക്കൊന്നും പഠിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ആ ഒരു ബോധം നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിലേക്ക് പഠിക്കൽ ഒരു ലഹരിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. ഓക്കെ, അപ്പൊ സംഗതി മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളേതാ ഇല്ല എന്ന് പറഞ്ഞേ? ഞാനിപ്പോ പറഞ്ഞു വൈകുന്നേരം കളിക്കലാണ് ലഹരി, പഠിക്കലാണ് ലഹരി, ചിത്രം വരക്കലാണ്, പാട്ട് പാടലാണ്, യാത്ര പോകലാണ് ലഹരി എന്നൊക്കെ ഞാൻ പറഞ്ഞു. മൊബൈൽ ഫോണാണ് ലഹരി എന്ന് പറഞ്ഞു. നിങ്ങളില്ല എന്ന് പറഞ്ഞേതാ? വെരി ഗുഡ്, വണ്ടർഫുൾ. കേട്ടില്ലേ? ഓലെ മനസ്സിൽ ലഹരി എന്ന് പറഞ്ഞപ്പോ ഇവരെ മനസ്സിൽ ഓടി വന്നത് സിഗരറ്റാണ്, കള്ളാണ്, കഞ്ചാവാണ്. അപ്പൊ ഈ 3 വയസ്സ് മുതൽ മദ്രസയിൽ നിന്ന് പഠനം തുടങ്ങി 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഓന്റെ തലച്ചോറിൽ ലഹരി എന്ന് പറയുന്നത് സിഗരറ്റ് ആണെങ്കിൽ ആ ബോധം ഉണ്ടാക്കിയ സിസ്റ്റത്തിനല്ലേ നമ്മൾ തച്ചുകൊല്ലേണ്ടത്? ശരിയാണോ തെറ്റാണോ? ഓനി പഠനം ലഹരിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് എനിക്കും പറ്റിയോ? ഇനി ദിവസവും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, പള്ളിയിൽ പോകുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പള്ളിയാണ് ലഹരി, പ്രാർത്ഥനയാണ് ലഹരി, നിസ്കാരമാണ് ലഹരി, ഖുർആൻ പാരായണമാണ് ലഹരി, മദ്രസ പഠനമാണ് ലഹരി എന്ന് നിങ്ങളെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയണം. നിങ്ങൾ ഇല്ല എന്ന് ആദ്യം പറഞ്ഞ പിന്നെ എങ്ങനെ ശരിയാവാ? ചൊട്ടയിലെ ശീലം ചൊടല വരെ. നിങ്ങൾ ഇതുവരെ കുട്ടിയോട് നീ പഠിക്കുന്നതാണ് നിന്റെ ലഹരി എന്ന്, നിന്റെ സ്വപ്നങ്ങളാണ് നിന്റെ ലഹരി എന്ന് നിങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പോട്ടെ, നിങ്ങളെല്ലാം ഇത്രത്തോളം പറഞ്ഞല്ലോ. കുട്ടികളെ വിട്ടേക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അല്ല നിങ്ങൾ കല്യാണം കഴിച്ചിനാ? കഴിച്ചാ? അങ്ങനെയാണെങ്കിൽ കാണണം എന്ന് തോന്നിയാണല്ലോ ലഹരി. സാർ നിങ്ങൾ കല്യാണം കഴിച്ചിനാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് വർത്താനാ പറഞ്ഞത്? കാണണം എന്ന് തോന്നുന്നതാ ലഹരിയെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഞാൻ എന്തെങ്കിലും ലഹരി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണ്ട എന്റെ ഭാര്യയാണ് ലഹരി, എനക്കോളെ കാണണം എന്ന് മുട്ടുന്നുണ്ട് എന്ന് പറയണ്ടേ? നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണ്ടേ ലഹരി എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരേണ്ടത് ആരാണ്? ഭർത്താവിന്റെ മുഖം ഓർമ്മ വരണ്ടേ? നിങ്ങളെ മക്കൾക്ക്, ഈ മക്കൾക്ക് ബാപ്പേന്റെയും ഉമ്മേന്റെയും ഓർമ്മകൾ മനസ്സിൽ വരണ്ടേ ലഹരി എന്ന് പറയുമ്പോ? അപ്പൊ എന്തുകൊണ്ട് ഇവിടെ മറ്റു ലഹരി വരുന്നെന്ന് ചോദിക്കുമ്പോ, ഒരു ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അവിടെ ബാപ്പ ലഹരിയല്ല, ഉമ്മ ലഹരിയല്ല, ഭാര്യ ലഹരിയല്ല, വീട് ലഹരിയല്ല, അവിടെ പഠിപ്പോലിക്ക് ലഹരിയല്ല, കളി ഒരു ലഹരിയല്ലാതായി മാറുമ്പോ മാത്രം കടന്നു വരേണ്ടുന്ന നശിച്ച ലഹരിയെ കുറിച്ചാണ് ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് നമ്മളൊക്കെ കുത്തിവെച്ചു കൊടുത്തത്. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് കുട്ടിയുടെ മനസ്സിൽ ആദ്യം ലഹരി എന്താന്ന് വെച്ചാൽ ബാപ്പ, ഉമ്മ, മദ്രസ, എന്റെ ക്രിക്കറ്റ് കളി, എന്റെ ഫുട്ബോൾ കളി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് തങ്കപ്പെട്ട ചക്കൻ തന്നെയാണ്. അതല്ല സിഗരറ്റിനെ കുറിച്ച് അവർ പറയുന്നെങ്കിൽ അപ്പൊ എന്തുകൊണ്ടാണ്? അതല്ലേ നമ്മളെ വിഷയം. ഇപ്പോ
ഇനി നിങ്ങളെ മനസ്സിൽ ഒരു പേടിയില്ലല്ലോ. സാറ് നേരത്തെ പറഞ്ഞൊരു കണക്ക് കേട്ടില്ല, നിങ്ങൾ ആ കണക്കിന് ഒന്നും കൂടി ലഘൂകരിച്ച് ഞാൻ പറയട്ടെ. നിങ്ങളെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലോകത്തൊന്നും നോക്കണ്ട. പക്ഷെ പോലീസ് ഈ ലഹരി വേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഇതുവരെ ഒരു പ്രകടനം നടത്തിയിട്ടില്ല കേട്ടോ. പോലീസ് ഇതുവരെ ലഹരി വേണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യച്ചങ്ങല തീർത്ഥങ്ങൾ കണ്ടിട്ടുണ്ടോ? മെഴുകുതിരി കത്തിച്ച് റോഡും കൂടി നടന്നോ? പോലീസ് ലഹരിക്കെതിരെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി. നിങ്ങൾക്ക് ജീവിക്കാൻ കൊതി ഉണ്ടാവണം. അങ്ങനെ ജീവിക്കാൻ കൊതിയില്ലാത്ത ഒരു മനുഷ്യ ജന്മത്തിനും ഈ ലോകത്ത് ജീവിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. ശരിയാണോ തെറ്റാണോ? അതിന് ബി പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായ ചിന്തകൾ വേണം. എനിക്ക് ജീവിക്കണം, എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ മരിക്കാൻ തോന്നരുത് നിങ്ങൾക്ക്. എന്റെ മക്കളിലൂടെ ഞാൻ ഈ ലോകം വെട്ടിപ്പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കാൻ, മക്കളുടെ മനസ്സിനോട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, അതിന് കേരള ലോകത്ത് വിജയിച്ച മനുഷ്യന്മാരെ മുഴുവൻ എടുക്ക്. ഫുട്ബോൾ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക്, അല്ലേ? അതിൽ റൊണാൾഡോ എന്ന് പറഞ്ഞൊരു ചങ്ങായില്ലേ, CR7 കേട്ടിട്ടില്ലേ? CR7ന്റെ പ്രത്യേകത എന്താ? CR7 എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ മാതൃകയാക്കണം. അദ്ദേഹം പറഞ്ഞതേ ചെയ്യുള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഉദാത്ത മാതൃകയാണ്. പക്ഷെ ആ CR7 കോടീശ്വരന്റെ മോനല്ല കേട്ടോ. CR7 എന്ന് പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ അമ്മ അടുത്ത വീട്ടിൽ പാത്രം കഴുകിയിട്ട് സമ്പാദിച്ചിട്ടാണ് CR7 പോറ്റിയത്. ആ അപ്പുറത്തെ വീട്ടിൽ പണിയെടുത്ത് കൂലിയെടുത്ത് ജീവിച്ച അമ്മയുടെ പ്രിയപ്പെട്ട മോനാണ് റൊണാൾഡോ. റൊണാൾഡോയുടെ ഇത്ര കോടീശ്വരനായിട്ടും ലോകത്തെ നമ്പർ 1 ലെജൻഡായിട്ടും ഫുട്ബോൾ ലെജൻഡായിട്ടും ആ റൊണാൾഡോയോട് പത്രലേഖകർ ചോദിച്ചു, നിങ്ങൾക്ക് അമ്മക്ക് വേറൊരു വീട്ടിലേക്ക് മാറി താമസിപ്പിച്ചൂടെ? റൊണാൾഡോ പറഞ്ഞെന്നറിയോ? അത് നിങ്ങളുടെ അമ്മയോട് ചെയ്യുക. എന്റെ ഉമ്മയെ, എന്റെ അമ്മയെ എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ എനിക്ക് കഴിയില്ല. ആ അമ്മ എന്നെ അന്ന് എച്ചിൽ പാത്രം കഴുകി പോറ്റിയില്ലായിരുന്നുവെങ്കിൽ ഈ റൊണാൾഡോ എന്ന് പറയുന്ന മഹത്തായ മനുഷ്യനെ കിട്ടുമായിരുന്നില്ല. ഇനി സിറാജ് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് കളിക്കാരനില്ലേ, സിറാജ് കോടീശ്വരനാണോ? സിറാജിന്റെ വാപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറാ. 50 കിലോമീറ്റർ അപ്പുറത്ത് ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടിയ പൈസ അല്ലെങ്കിൽ സമ്പാദിച്ച പൈസ കൊണ്ട് 50 കിലോമീറ്റർ അപ്പുറത്ത് ഈ സിറാജിനെ ദിവസവും ക്രിക്കറ്റ് പ്രാക്ടീസിന് കൊണ്ടുപോയി പോറ്റിയ മനുഷ്യനാ സിറാജിന്റെ വാപ്പ. അപ്പൊ കോടീശ്വരന്മാരൊന്നുമല്ല ഇവിടെ സക്സസ് ആയത്. ഞാൻ CR7 പറയാൻ കാരണം എന്താ അറിയോ? CR7ന്റെ ജീവിതം പഠിക്കാനുള്ള ജീവിതമാണ്. CR7 എത്രയോ കോടികൾ ഇനിയും ഉണ്ടാക്കാം. പക്ഷെ CR7 അതിന് തയ്യാറല്ല. അയാൾ പറയാന്നറിയോ? പെപ്സിയുടെ പരസ്യത്തിൽ അയാൾ പറഞ്ഞു, ആ പെപ്സിന്റെ വെള്ളം എന്റെ മുമ്പിൽ വെക്കുന്നു, കോടികൾ തരാൻ എനിക്ക്. CR7 പറഞ്ഞു, ആ വെള്ളം ഞാൻ കുടിക്കില്ല. ആ വെള്ളം ഞാൻ കുടിക്കാത്തടത്തോളം കാലം എന്റെ ഒരു പൗരനോട്, എന്റെ ഒരു ആരാധകനോട് ഞാനത് കുടിക്കാൻ പറയില്ല. നിങ്ങൾ എന്ത് ജീവിതം മുഴുവൻ എനിക്ക് എന്ത് സ്വത്ത് തന്നാലും ഞാൻ പറയില്ല എന്ന്. ബാക്കി എല്ലാവരും ഈ സാധനം ഇങ്ങനെ കൊടുക്കുന്നാക്കിയിട്ട് കോടികൾ വാങ്ങിയിട്ട് ഈ വിഷവെള്ളം കൊണ്ട് നമ്മളെ കൊണ്ട് കുടിപ്പിച്ചില്ലേ? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നാ പറയുന്നത്. ഹോർലിക്സ് കുടിച്ചാൽ വളരുന്ന പറയുന്നു. ഹോർലിക്സിന്റെ കുപ്പീന്റെ പുറത്ത് തന്നെ ഉണ്ട് കുട്ടികളും ഗർഭിണികളും ഇത് കുടിക്കറ് ചത്തുന്നു. അതിൽ എന്തെല്ലോ രാസവസ്തുക്കളുണ്ട് പോലും, വളർച്ചയെ തളർത്തുന്ന കുറെ സാധനങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമല്ല ഞാൻ പറയുന്നത്, CR7ന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ലെജൻഡ് ആണെങ്കിലും CR7ന്റെ പ്രത്യേകത ഉണ്ട്, നമ്മള് കളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവും. ശരിയാണോ? CR7 ഒരുത്തൻ തൊട്ടിക്കുണ്ടെങ്കിൽ ഒരാ കൈവാക്കി ഉണ്ടാവില്ല. ഓന് റഫറിയും കണക്കാണ്, എല്ലാരും കണക്കാണ്. ഓൻ പെട്ടെന്ന് വയലന്റ് ആവും. ലോകത്തെ മാതൃകാപരമായിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്താ ഇങ്ങനെ ചൂടനായി പോയത്? അതിനു മുമ്പേ ഈ CR7ന്റെ ശമ്പളത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഫുട്ബോൾ കളി മാത്രമേ CR7 അറിഞ്ഞൂടൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ മാത്രം കളിക്കുന്ന മനുഷ്യനാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ വരുമാനത്തിനാ നിങ്ങൾ എത്രയാ? 1490 കോടി ഉറുപ്പ്യ ഒരു കൊല്ലത്തിൽ. എത്ര? 1490. ഇനിയും കോടി ഉണ്ടാക്കാം. പെപ്സി പോലത്തുള്ള അതിന്റെ പരസ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ റെഡി അല്ലേ? ഈ CR7ന്റെ ശരീരത്തിൽ ഒരൊറ്റ ടാറ്റൂസ് കാണൂല, ആ പച്ച കുത്തിയത് കാണൂല. നിങ്ങൾ എന്തുകൊണ്ടാ കാണാത്തത്? CR7നോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ പച്ച കുത്തുന്നില്ല എന്ന് ചോദിച്ചപ്പോ CR7 പറഞ്ഞറിയോ? എന്റെ അമ്മയ്ക്ക്, എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ ചോര കൊടുക്കേണ്ടവൻ ഞാനാണ്. ഈ പച്ച കുത്തിയാൽ എനിക്ക് ചോര കൊടുക്കാൻ കഴിയില്ല. ഈ പച്ച കുത്തിയാൽ ചോര കൊടുക്കാൻ പറ്റില്ല. നിങ്ങളെ മക്കൾ പച്ച കുത്തിയിട്ട് മൂക്കുമല്ല നിങ്ങൾ കുത്തി ചുണ്ടുമല്ല നിങ്ങൾ കുത്തുമില്ലേ? നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് ചോര വാർന്നിട്ടുണ്ടെങ്കിൽ ചെക്കന്റെ ചോര എടുക്കാനാവില്ല. നിങ്ങൾ ഇത് കുത്താത്തവന്റെ ചോര എടുക്കും, പരിശോധിക്കണം. അതിന് ആ ഇത് കുത്തി എത്ര അറിയാം അവന്റെ ശരീരത്തിൽ നിന്ന് ചോര എടുക്കാൻ പറ്റൂല എന്ന്. അതാ പറഞ്ഞ പഠിപ്പിക്കേണ്ട സാധനം പഠിപ്പിക്കണ്ടേ?
ആ CR7 1490 കോടി എന്ന് ഞങ്ങൾക്ക് ഇനിയും പേടി തട്ടിയിട്ടില്ല. ഒന്നും കൂടി ചെറുതാക്കി CR7ന്റെ ഈ 1490 കോടീനെ ഒന്നും കൂടി ചെറുതാക്കി കൊണ്ടുവന്നാലില്ലേ CR7ന്റെ ഒരു സെക്കൻഡിൽ CR7ന്റെ ശമ്പളം 540 ഉറുപ്പ്യ. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും എംബാപ്പയും കണ്ണിങ്ങനെ ഒന്ന് പൂട്ടിയാൽ 540 ഉറുപ്പ്യ കീശയിലുണ്ടാവും. എത്ര? 540. രണ്ടൂട് കണ്ണുകൂട്ടിയാൽ എത്ര ഉണ്ടാവും? 1080. നിങ്ങളൊന്ന് കണ്ണുകൂട്ടിയാട്ടെ, നിങ്ങളെ കീശയിൽ സെക്കൻഡ് കൊണ്ട് എന്ത് വന്നു നോക്കിയാട്ടെ. നിങ്ങളിപ്പം കണ്ണ് കൂട്ടിയപ്പോ നിങ്ങൾക്ക് എന്തെല്ലാം ഓർമ്മ വന്ന്? ആറിയിട്ട തുണി, മനസ്സിലായില്ലേ? അങ്ങ് അയലും വന്ന് വീണ തുണിയല്ല നിങ്ങൾക്ക് ഓർമ്മ വന്നത്. അപ്പൊ 3ാം ക്ലാസ് വരെ ഈ റൊണാൾഡോ എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടില്ല അധികം. 3.5 വയസ്സ് മുതൽ ഫുട്ബോൾ മാത്രം കളിച്ച് വളർത്തിയ റൊണാൾഡോ ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യൻ. ഓനും ലഹരിയും തമ്മിൽ, വേണ്ടാത്ത ലഹരിയും തമ്മിൽ എന്താ ബന്ധം? ഈ മനുഷ്യൻ ചൂടാവുന്നതിനുള്ള കാരണം എന്താ അറിയോ? ആ ചങ്ങാതിയുടെ ചെറിയ മാനസിക വൈകൃതത്തിന് കാരണം എന്താ അറിയോ? ഈ ചെറിയ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ 3.5 വയസ്സ് മുതൽ ഫുട്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ അപ്പുറത്ത് നിന്നൊക്കെ സംഭരിച്ചു കൊണ്ടുവന്ന ഭക്ഷണം ഇവന് വേണ്ടി അടുക്കളയിൽ മൂടി വെക്കുമ്പോൾ ഇവന്റെ കുടിയനായ അച്ഛൻ ഈ ഭക്ഷണം എടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു കളയും. ആ വലിച്ചെറിഞ്ഞെടുത്ത് നിന്ന് റൊണാൾഡോ ഓടിപ്പോയി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ നിലത്ത് വീണ ഭക്ഷണം ഈ പ്രാക്ടീസ് ചെയ്ത് തളർന്നു വന്ന ആ മനുഷ്യൻ കഴിക്കുമ്പോൾ അവന്റെ മുഴുക്കുടിയനായ ഏട്ടൻ വന്നിട്ട് ഈ ഭക്ഷണത്തിൽ ചവിട്ടി മെതിച്ചു കളയും. അങ്ങനെ 3.5 വയസ്സ് മുതൽ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാത്ത അച്ഛന്റെയും ഏട്ടനും മുമ്പിൽ വളർന്നു വന്ന റൊണാൾഡോ ആണ് ഈ മാനസിക വൈകൃതത്തിന് ഉടമയായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാപ്പക്കും ഉമ്മക്കും വലിയ റോളുണ്ട്. നിങ്ങൾ നല്ലോണം ഐറ്റുകളെ പോച്ചിട്ടില്ല എങ്കിൽ ഐറ്റുകൾ എന്ത് കോടീശ്വരനായിട്ടും കാര്യമില്ല, ചെറിയ ഭ്രാന്ത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങളെ മക്കളെ ഇന്നോട്ട് നല്ലോണം പോറ്റണം. നിങ്ങൾ മനസ്സിലായല്ലോ? ഇനി നിങ്ങളെ വീട് സുരക്ഷിതമാണോ? കേരളത്തിൽ 2023 ഡിസംബർ 31-ാം തീയതിത്തെ കണക്ക് പ്രകാരം നിങ്ങളെ വീടൊന്നും സുരക്ഷിതമല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിന് നിങ്ങൾ പേപ്പർ വായിച്ചാൽ മതി. കേരളത്തിലെ പേപ്പറിലെല്ലാം വാർത്ത ഉണ്ടായിരുന്നല്ലോ. കേരളത്തിൽ 2023 ഡിസംബർ 31-ാം തീയതിത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ വിറ്റ മദ്യം, ഈ സ്ഥലം കേരളത്തിലാണോ അല്ലയോ? കേരളത്തിലാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സംഗതി ഇവിടെയും ബാധകമല്ലേ? കേരളത്തിൽ വിറ്റ മദ്യത്തെ കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൊണ്ടങ്ങ് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. അതായത് ഇവിടെ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ടങ്ങ് ഹരിച്ചു. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടി മുതൽ ഇപ്പം മരിക്കുവാൻ പോകുന്ന ആള് വരെ. അതായത് നിങ്ങളെല്ലാം പെടുമല്ലോ. ഇവിടെ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ ഒരാൾ കുടിച്ച മദ്യത്തിന്റെ അളവ് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. കേരളത്തിൽ ഒരു മനുഷ്യൻ 4.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ടോ? എത്ര? 4.7 ലിറ്റർ. അതായത് ചങ്ങായി നിങ്ങള് 4.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ടെന്ന കണക്ക്. നിങ്ങൾ കുടിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ കുടിക്കണം 9.4 ലിറ്റർ. നിങ്ങൾ കുടിക്കുന്നുണ്ടോ? നിങ്ങളും കുടിക്കുന്നില്ലെങ്കിൽ അധ്യക്ഷൻ കുടിക്കണം ബാക്കി മുഴുവൻ. ഇനി അധ്യക്ഷനും കുടിക്കുന്നില്ലെങ്കിൽ റിയാസ് കുടിക്കണം ബാക്കി. റിയാസ് സാറ് കുടിക്കണ്ട? ഇല്ല. അങ്ങനെയാണ് എങ്കിൽ ആരോ കുടിക്കണേ. ഇത് പണ്ടാരം ഞാനും ഷിബുവും കൂടി കുടിച്ച് പറ്റിക്കണം ഇത് മുഴുവൻ. നമ്മൾ രണ്ടുപേരും കുടിക്കുന്നില്ല എന്ന് എന്റെ വിശ്വാസം. പിന്നെ ആരാ കുടിക്കുന്നത്? അതാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. നേരെ എല്ലാവരും വീട്ടിലേക്ക് പോട്ടെ. നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുക. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും മദ്യം ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടോ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഈ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും തിന്നുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് യെസ് ഓർ നോ എന്ന് മാത്രം കേട്ടാൽ മതി. നോ, വെരി ഗുഡ്. എങ്കിൽ പിന്നെയും കുടുങ്ങി. നിങ്ങളിപ്പോ ആരല്ലോ, നിങ്ങൾ ആരല്ല കൂട്ടിയത്? വീട്ടിലുള്ള ഉപ്പ, ഉപ്പാപ്പ, കാർണോറ്, അങ്ങ് മേലോട്ടല്ലേ പോയത്? ഒരു കാര്യമില്ല അങ്ങനെ പോയിട്ട്. അതാണ് കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങൾ കണക്കാക്കിയില്ല എന്ന് പറയുന്നത്. 2023 ഡിസംബർ 31-ാം തീയതിത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ മദ്യപിക്കുന്ന, കേരളത്തിൽ കഞ്ചാവ് വലിക്കുന്ന, കേരളത്തിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു കുട്ടിയുടെ വയസ്സത്തിൽ ഒരു മനുഷ്യന്റെ പ്രായത്തിലാണ് നിങ്ങൾ എത്രയാണ്? ഒന്ന് ഗസ് ചെയ്യ് സാർ. 15. നിങ്ങളോ? ഓല റേഞ്ചിൽ ഓല് പറഞ്ഞു, ഓല അറിവ് വെച്ചിട്ട് ഓല് പറഞ്ഞു 15. അല്ല, നിങ്ങളെത്രയാ പറയുന്നത്? 25. എന്നാ തെറ്റി. നിങ്ങളെല്ലാം പോയി. ഒരു രക്ഷയില്ലട്ടോ. നിങ്ങള് 12 വയസ്സാണ് കേരളത്തിൽ. 12 വയസ്സുള്ള ഒരു കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് പോലും.
അത് 10 ആവാം, 9 ആവാം, 15 ആവാം. ഏവറേജ് 12 വയസ്സിലുള്ള ഒരു കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അല്ലെ അങ്ങായി? എനിക്ക് എത്ര വയസ്സായി? 12. എടാ ആയി, എനിക്കായി പോലും. ഇനിയിപ്പോ ഏതാ ഉപയോഗിക്കുന്നത്? അല്ല ഏതാ? ഇല്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉറപ്പാണ്. വെരി ഗുഡ്. എന്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്റെ ഏട്ടനാ? ഇവന്റെ വാപ്പയും ഉമ്മയായിട്ടുണ്ടോ ഇവിടെ? ഉണ്ടാ നിങ്ങളാ? വെരി ഗുഡ്. അല്ല, ഞാനില്ലേ ഈ മഹലിൽ ഒരു ചെക്കനോട് ചോദിച്ചു, 12 വയസ്സുകാരനോട് ചോദിച്ചു, ഇനി ഏതാ ഉപയോഗിക്കുന്നേന്ന്. നിങ്ങൾക്ക് എന്താ എന്നോട് തോന്നിയത്? ഈ ചോദ്യം ഞാൻ അവനോട് ചോദിച്ചപ്പോ എന്താ തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയ സംഗതി ഞാൻ പറഞ്ഞു തരട്ടെ. ഇനി അപ്പാട് ഇത്തിരി ആളെ മുമ്പ് അപ്പാട് ഓനെ ചോദിച്ചിട്ട് ഇനി കണ്ടിനോ കുടിക്കുന്നത്? ഇനി അപ്പാടാവുമ്പോ വിളിച്ചു പറയാ, ഈ മഹലില് ഓന്റെ അഭിമാനം, ഓന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം, ഇനി റോഡുമേൽ ഇറങ്ങടാ, എന്റെ കാലിന്റെ മുട്ടയാണ് തച്ചൊടിച്ചേളാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതൊന്നും തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ. ഈ കാലഘട്ടത്തിൽ ഈ കുട്ടി ഞാൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ റോഡിൽ വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ ആ കുട്ടി ആ ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന ഒരു ഉമ്മയായി മാറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ സത്കർമ്മം. അല്ലാണ്ട് ചോദിച്ചോന്റെ കാലുമുട്ടുന്ന ചൊടിക്കലല്ല. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും കുട്ടി ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചു പോയത്? 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചു പോയത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ കുറ്റ്യാടി ടൗണിലേക്ക് വാ. കുറ്റ്യാടി ടൗണിലുള്ള 13 വയസ്സുകാരി പെൺകുട്ടി ഉടുതുണിയില്ലാതെ സന്ധ്യാസമയത്ത് റോഡിലേക്ക് ഇറങ്ങി ഓടി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അലറി വിളിച്ചുകൊണ്ട് ഓടി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്റെ നാട്ടിലെ 18 വയസ്സുകാരനായ ചെക്കൻ, മെഡിക്കൽ എൻട്രൻസിന് കോച്ചിങ്ങിന് പഠിക്കുന്ന ചെക്കൻ, എല്ലാ വിഷയത്തിലും A+ കിട്ടിയ ചെക്കൻ, ഒരു ദിവസം അവന്റെ അമ്മമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ സന്ധ്യയ്ക്ക് ഒരു 6:30 മണിക്ക് അവൻ ഉടുതുണിയില്ലാതെ വീട്ടിലെ കൊടുവാളെടുത്ത് ഓർക്കാട്ടറി ടൗണിലേക്ക് ഓടി വന്ന് 17 കുട്ടികളെ കൊടുവാൾ കൊണ്ട് വെട്ടിയ ചെക്കനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുന്നമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് 12 വയസ്സുള്ള കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഫാനിന്റെ മേലെ കയറുകൊണ്ട് കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് ഫാന് പൊരിഞ്ഞ് താഴെ വീണ് കുട്ടി മരിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് കുട്ടി. നിങ്ങൾ പോയിട്ട് കുട്ടിയോടൊന്ന് സംസാരിക്കണം. എന്തിനാണ് കുട്ടി നീ തൂങ്ങി മരിച്ചതെന്ന് ചോദിക്കണം നിങ്ങൾ. ആ കുട്ടി പറഞ്ഞതെന്നറിയോ? എനിക്ക് ഈ വയനാട് ദുരിത സമയത്ത് സ്കൂളെല്ലാം ഒരാഴ്ച അങ്ങ് പൂട്ടിയില്ലേ, ഒരു ബുധനാഴ്ച സ്കൂൾ പൂട്ടിയപ്പോ പിന്നെ തുറന്നത് തിങ്കളാഴ്ചയായിരുന്നു. ആ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ചെക്കൻ എനിക്ക് ദിവസവും മുട്ടായി തരുമായിരുന്നു. അങ്ങനെ 2ാമത്തെ ദിവസം മുട്ടായി കിട്ടാതായപ്പോ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വെപ്രാളവും വാദിയും എന്തുള്ള ഒരു ആദി കയറിയതുപോലെയായി എനിക്ക് തോന്നി തൂങ്ങി മരിക്കാനാണെന്നാണ്. അതുകൊണ്ട് 12 വയസ്സുകാരൻ ഇങ്ങനെ നശിക്കുന്ന ലോകത്ത് ഈ കാടാങ്കോട്ട് പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും സ്വന്തം വീട്ടിലുള്ള കുട്ടികളെ ഇന്ന് തൊട്ട് നിരീക്ഷിച്ചിട്ടില്ല എങ്കിൽ നാളെ നിങ്ങളും ഈ ലോകത്ത് നശിച്ചു പോകും. 4.7 ലിറ്റർ മറക്കരുത്. എന്റെ വീട്ടിൽ ഇത് വരൂല നിങ്ങൾ വിചാരിക്കരുത്. കേരളത്തിൽ ലഹരി മാഫിയ അത്രയേറെ ശക്തമായ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ നമുക്ക് നേരായ വഴിക്കുന്നത്? നാളത്തെ ഗുണ്ട വേനാണെന്ന് ആലോചിച്ചു നിങ്ങൾ. നാളെ വേനാണ് ഇവിടുത്തെ കഞ്ചാവ് കച്ചവടക്കാരൻ നിങ്ങൾ വിചാരിച്ചു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ആവുന്നത്? വളരെ സിമ്പിളായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ തെളിയിച്ചു തരാം. നമ്മൾ ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾ സിനിമ ടാക്കീസ് പോയിട്ടുണ്ടോ? ശ്വാസകോശ സ്പോഞ്ച് പോലെയാണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ പോയാല്? അല്ലെങ്കിൽ സീരിയലെല്ലാം കാണുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്ന് ടിവിന്റെ അടിയിൽ കൂടി എഴുതി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഈ സിഗരറ്റിന്റെ പെട്ടിയിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, കോസസ് ടു ക്യാൻസർ എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടോ? ഒരു വൃത്തികെട്ട ശ്വാസകോശത്തിന്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കണ്ടിട്ടും ഈ കേരളത്തിന്റെ മണ്ണിൽ എന്താണ് ഇത്രയേറെ ലഹരിക്ക് അടിമപ്പെടുന്ന മനുഷ്യന്മാരുണ്ടാവാൻ കാരണം? 12 വയസ്സുകാരൻ എന്തുകൊണ്ട് ലഹരിക്ക് അടിമപ്പെടുന്നു? നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? വളരെ സിമ്പിളാണ് ചോദ്യത്തിന് ഉത്തരം. ഞാൻ ഒരൊറ്റൊരു ഉദാഹരണത്തിലൂടെ ഇത് തെളിയിച്ചു തരാം. അല്ല കുട്ടികളെ, നിങ്ങൾക്ക് ഞാനൊരു കമ്പി കഷ്ണം തരാം. ആ കമ്പി കഷ്ണം കൊണ്ട് നിങ്ങൾ ഈ പ്ലഗില്ലേ, ഇവിടെ ഒരു 3 പിൻ പ്ലഗ് വേണ്ട കറണ്ടിന്റെ, അതിലൊന്ന് ഇട്ടിട്ടൊന്ന് സ്വിച്ച് ഓണാക്കണം. ഓണാക്കുഞ്ഞ് ഷോക്കടിക്കും, ചത്തുപോകും. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ കുട്ടികളെ, നിങ്ങൾക്ക് ഞാൻ ലേശം എലിവേഷൻ തരട്ടെ, വെറുതെ തരാം. നിങ്ങൾ തിന്നോ? എന്തുകൊണ്ട് തിന്നുന്നില്ല? കണ്ട ഈ കുട്ടിയൊക്കെ എല്ലാം അറിയാം. കമ്പി എടുത്തിട്ട് കറണ്ടിന് കുത്താൻ തയ്യാറല്ല, കാരണം ചത്തുവും പോലും.
ഈ കുട്ടികൾ വിഷം കുടിക്കാൻ തയ്യാറല്ല. എലി വിഷം കുടിച്ചാൽ ചത്തുവും പോലും. പിന്നെ ദിവസവും ടി വിയിൽ ഈ ശ്വാസകോശം കോസസ് ടു ക്യാൻസർ എന്ന് പറയുന്ന വിഷം, അല്ലെങ്കിൽ കരള് കത്തിപ്പോകുമെന്ന് പറയുന്ന, സ്ട്രോക്ക് വരുമെന്ന് പറയുന്ന, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണെന്ന് നിരന്തരം ബോധവൽക്കരണം നടത്തിയിട്ടും ഈ കുട്ടികൾക്ക് എന്താ സിഗരറ്റിനെയും കള്ളിനെയും കഞ്ചാവിനെയും പേടിയില്ലാത്തത്? ഏതെങ്കിലും കമ്പി കഷത്തിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ടോ കമ്പി കൊണ്ട് കരണ്ട് കുത്തിയാൽ ചത്തുപോകും പണ്ടാരക്കാലാന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും എലിവേഷത്തുമ്പിൽ മനുഷ്യൻ എലിവേഷം തിന്നാൽ ചത്തുപോകുമെന്ന് പരസ്യം നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഈ കുട്ടികളുടെ മനസ്സിൽ ആ പേടിയുണ്ട്. സിഗരറ്റിന് ആ കുട്ടികൾക്ക് പേടിയില്ല, കള്ളിനെ പേടിയില്ല, കഞ്ചാവിനെ പേടിയില്ല. എന്തുകൊണ്ട്? ചൊട്ടയിലെ ശീലം ചൊടല വരെ. അതിന് ഈ കുട്ടികളെ മനസ്സ് പഠിക്കലാ രക്ഷ. ഈ കുട്ടികളുടെ മനസ്സിന് 4 പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കള്ളല്ല വിഷയം, കള്ള് കണ്ടുകൊണ്ട് വിടാ. നിങ്ങൾ ഞാനും കള്ളു ഉപയോഗിക്കാണ്ട് ഇവിടം വരെ എത്തിയില്ലേ? പക്ഷെ കേരളത്തിലെ പുതിയ പെൺകുട്ടികൾ കള്ളു കുടിക്കുന്നുണ്ട്. നിങ്ങളെ പോലെ അല്ല നിങ്ങളെ മക്കള്. കേരളത്തിൽ ഭീകരന്മാർ ആൺകുട്ടികളല്ല കേട്ടോ. കേരളത്തിൽ ഇപ്പോഴത്തെ ഭീകരന്മാർ ആരാന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഭീകരികൾ പെൺകുട്ടികളാ. ഓല എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെ മക്കളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ മനസ്സിലായിക്കോളി. അപ്പൊ സംഗതി മനസ്സിലായോ? അപ്പൊ ഈ പേടി എന്തുകൊണ്ടില്ല എന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീരുമല്ലോ. അതിനെന്താ പ്രശ്നം അറിയോ? ഈ കുട്ടികൾക്ക് 4 പ്രത്യേകത ഉണ്ട്. 18 വയസ്സ് വരെ 18 വയസ്സ് വരെയുള്ള നിങ്ങളെ വീട്ടിലെ മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ്. എന്താ പേര്? കുട്ടി. കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കുട്ടിക്ക് 4 പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ശരിയാണോ തെറ്റാണോ? നമ്മളെക്കാളും ബുദ്ധി ഐറ്റേക്കുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് ശാസ്ത്രം പറഞ്ഞതാണ്, നിയമം പറഞ്ഞതാണ്. പക്ഷെ ഈ കുട്ടിയേക്കില്ലേ അന്തം വിട്ട ബുദ്ധിയാ. വേണ്ടാത്ത ബുദ്ധിയെ ഐറ്റേക്കുണ്ടാവും. ശരിയാണോ തെറ്റാണോ? പുസ്തക ആ കുട്ടിയേക്ക് ലഹരിയല്ല, കളി ലഹരിയല്ല. പക്ഷെ 12 വയസ്സുകാരൻ കള്ളും കൊഞ്ചാവും വലിച്ചു നടക്കുന്നു. എന്തുകൊണ്ടാ? ബുദ്ധിയിലായിട്ടാ. ഉമ്മക്കും അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര ബുദ്ധി. ഇപ്പൊ എന്റെ അമ്മക്ക് 90 വയസ്സുണ്ട്, 92 വയസ്സുണ്ട്. എന്റെ അമ്മക്ക് തോണ്ടുന്ന ഫോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തില്ലേ, അമ്മ ഒളിച്ചോടുന്ന മേടിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. പക്ഷെ അമ്മ വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ പെങ്ങള് കൊണ്ട് കൊടുത്തു. പക്ഷെ എന്റെ അമ്മക്ക് ഇത് ഫോൺ കിട്ടിയപ്പോ ഇല്ലേ, ഇതിൽ സ്ക്രീനിൽ ഒന്നുമില്ല, കണ്ടാ ബ്ലാങ്ക്. ഇതിൽ ഞെക്കുന്നില്ല, മാന്തുന്ന ഒന്നുമില്ല. ഈ 90 വയസ്സുള്ള അമ്മക്ക് എന്നോട് ചോദിക്കാൻ മടി. എന്റെ അമ്മേന്റെ ഗുരുനാഥൻ ആരാന്ന് ഞങ്ങള് എന്റെ ഇപ്പൊ 4ാം ക്ലാസ് പഠിക്കുന്ന, അന്ന് 1ാം ക്ലാസ് പഠിക്കുന്ന അച്ചക്ക. ഈ അമ്മ വേനെ ഇങ്ങോട്ട് എന്നിട്ട് ഇവന് 2ആളും കൂടി ഇട്ടത്ത് ചക്ക ഒഴുങ്ങിയിട്ടില്ലേ. ഈ അമ്മ വേനോട് പറയാ, ഇതൊന്നും എന്നെ പഠിപ്പിക്കും. ഈ ചെക്കൻ എന്റെ അമ്മയോട് ചോദിച്ച ചോദ്യം കേൾക്കണം. നിങ്ങൾ ഇത്ര പോയത്താൻ വയസ്സായിട്ട് നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് പിന്നെ മരിക്കുന്നല്ലേ നല്ലതെന്ന് അമ്മയോട്. അമ്മ പറഞ്ഞു, പ്ലീസ് ഒരു പ്രാവശ്യം നീ പഠിപ്പിക്കുക. അങ്ങനെ ഈ ചെക്കൻ അമ്മേനെ പഠിപ്പിക്കുക. പച്ച ഞെക്കിയാ വിളിക്കാം, ചോപ്പ് കട്ടാക്കാൻ, ഇതൊച്ച, പച്ച ചോപ്പ് ഒച്ച. അങ്ങനെ 92 ഇത് കേട്ടിട്ട് പച്ച ചോപ്പ് ഒച്ച, ഒച്ച പച്ച ചോപ്പ്, ഇങ്ങനെ 90 പഠിക്കുക. അങ്ങനെ കുറെ പഠിച്ചതിന് ശേഷം ഈ 90 ഇവൻ ചോദിക്കുക, പഠിച്ചാ? അപ്പൊ പിന്നെ അവിടെ നിന്ന് എണ്ണീറ്റിട്ട് അങ്ങ് ഓന് കളിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോ ഇല്ലേ, ഒരു 10ാമത്തെ മിനിറ്റില് അമ്മേന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോള് വന്നപ്പോ 92 പച്ചയും ചോപ്പും കണ്ട, പച്ചയും ചോപ്പും ഒച്ചയെല്ലാം കണ്ടപ്പോ 92 പിന്നെയും ബേജാറായി. ഈ ചെക്കനെ വിളിക്കുക 1ാം ക്ലാസ്സിൽ എന്ന് ചോദിച്ചപ്പോ ഇല്ലേ, ഇവന്റെ ഒരു വരവുണ്ട്. ഇങ്ങനെ വന്നിട്ട് എന്റെ അമ്മേന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇവൻ ചോദിക്കുക, എത്ര പഠിപ്പിച്ച് നിങ്ങൾ 5 എന്ന് ചോദിച്ചപ്പോ ഈ 90 പേടിച്ചിട്ട് പറയും, ഒരു പ്രാവശ്യം ആരോടും പറയും, ഒറ്റ. ആ ഒറ്റ എന്ന് പറഞ്ഞപ്പോ ഈ ചെക്കന്റെ ശബ്ദം കേട്ടി നിങ്ങള്, സൗണ്ട് അല്ലെങ്കിൽ മാറി ഇവന്റെ. അങ്ങനെ ഈ 90 പച്ച ഞെക്കിയിട്ട് അലോ ഇങ്ങനെ വിളിച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്നോ ഞാൻ വന്നപ്പോ ഈ 90 വയസ്സ് എന്നോട് പറയണേ, എന്റെ മോനെ. ഞാൻ ചോദിച്ചു, എന്തേനമ്മ? മരിക്കുന്നതാ നല്ലത്. ഞാൻ ചോദിച്ചു, എന്തിന്? ഉമ്മക്കിതെന്തെങ്കിലും അറിയാവാ? ആ ചെക്കൻ ഇത് കഴിക്കുന്നു, ഫിറ്റാക്കുന്നു, ഉള്ളിലുള്ള പുറത്തുള്ള ഉള്ളിലിരുന്ന് ഓൻ ഇൻസ്റ്റ ഉണ്ടോ, ഇൻസ്റ്റ. ഈ ചെക്കൻ ഇൻസ്റ്റാഗ്രാം എന്നെല്ലാം പറഞ്ഞിട്ട് എന്റെ 90 അങ്ങ് പേടിപ്പിച്ചു. 90 വിചാരിച്ചു ഇവൻ തന്നെ പ്രഭു, ഞാനെല്ലാം പോട്ടെ. എന്റെ അമ്മേന്റെ ടീം ഇവിടെ ഉണ്ടാ. മക്കൾ ഫോണിൽ കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആളുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കൊള്ളണം. മൊബൈൽ ഫോൺ ഒരു ഉപകരണമാണ്, അത് വിളിക്കാനുള്ള ഒരു ഉപകരണമാണ്. പഠിക്കാൻ കമ്പ്യൂട്ടർ നെറ്റും വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ ഫോൺ വിളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഉപകരണമാണെന്ന് ബോധ്യമുള്ള രക്ഷകർത്താക്കളെ നിങ്ങൾ മാറണം. അതുകൊണ്ട് നിങ്ങളെ മക്കൾ, എന്റെ അമ്മ നേരത്തെ എന്നോട് ചോദിച്ചത് ഇവൻ ഞാൻ പറയും, ഈ അന്തം വിട്ട ചെക്കനെ നിങ്ങളല്ലാണ്ട് ആരാധിക്കുവോ?
ഇവൻ മനുഷ്യനായി വളരട്ടെ എന്ന് വെച്ചപ്പോ എന്റെ അമ്മ ചോദിക്കണേ, ഇവൻ മനുഷ്യനാന്ന് എങ്ങനെയാ തിരിയ? അല്ല, ഈ കുട്ടികൾ മനുഷ്യന്മാരാണോ? നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് പരിശോധിക്കണം. മൂക്കുമ്പായുള്ളതൊന്നും മനുഷ്യനാവില്ല, തലച്ചോറുള്ളത് കൊണ്ട് മനുഷ്യനാവില്ല. മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഉമ്മയും ബാപ്പയെല്ലാം ശ്രദ്ധിച്ചോ, ഈ കുട്ടികളുടെ മുമ്പ് നിന്ന് കസേലയും ഉരുണ്ട് താഴെ വീഴുക. നിങ്ങൾ താഴെ വീണോക്ക്. ഈച്ചകൾ എന്തെന്നാ ചെയ്യുന്നതെന്ന് നോക്കി നോക്ക്. ഈച്ചകൾ ഒന്നും ചെയ്യൂല, ചിരിച്ച് 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 മരിക്കും ഈച്ചകൾ നിങ്ങൾ വീണ കണ്ടാൽ. അല്ലാണ്ട് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കണം ഈച്ചകൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു നാറ്റ കേസ് തോന്നും. നാറ്റ കേസ് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ മുട്ടും കാലെല്ലാം കുത്തി ആന എണീക്കുന്ന പോലെ സ്വന്തം എണീറ്റ് ഈ കസേലമ്മലേക്ക് ഇരുന്ന് നാണക്കേട് മാറ്റാൻ ശ്രമിക്കും ഈച്ചകൾ. ഒരു കിടക്കാടാ നിങ്ങളുടെ എണീറ്റിക്ക്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പഠിച്ചോനെ ഓന് എണീറ്റ് പൊന്തിക്കണ്ടിട്ടാ നിലത്ത് കിടത്തിയെന്നാ. നിങ്ങൾ വീണ്ടും നിലത്ത് കിടക്കുമ്പോൾ ഈച്ചകൾ ഓടിപ്പോയി അകത്ത് നിന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? വീണ ഉമ്മയും ഞാനും അന്നത്തെ സ്റ്റാറ്റസ് അതായിരിക്കും ഈച്ചകളെ. അയറ്റുകൾ അതിനെ കൊണ്ടൊരു റീൽസ് ഉണ്ടാക്കിയിട്ട് ഒരു പാട്ടം കിട്ടേക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾ പറയരുത്. ഈറ്റേക്ക് ഉമ്മ കസേരമെന്ന് വീഴുമ്പോൾ ആദ്യം ചിരിച്ചു, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ മിനിറ്റിൽ എന്റെ പടച്ചോനെ നിങ്ങളെ മക്കൾ നിലവിളിക്കുന്നുണ്ട് എങ്കിൽ, ബാപ്പാ വീണിക്കുണ്ട് ഉമ്മ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഉമ്മ പണ്ടാരക്കാലം വീണിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ, ഒച്ച എടുക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അതാണ് മനുഷ്യക്കുട്ടി. അല്ലാണ്ട് ഫോണ് മാന്തി പറിക്കുന്ന ചക്കനല്ല മനുഷ്യക്കുട്ടി. മനസ്സിലായില്ലേ? ഇടവലത്ത് നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ എന്താണ് ഉമ്മ ശബ്ദം എന്ന് ചോദിക്കാൻ കഴിയുന്ന മനുഷ്യക്കുട്ടിയായിട്ട് നിങ്ങളെ മക്കൾ മാറണം. ആ മനുഷ്യക്കുട്ടിക്ക് A+ കിട്ടട്ടെ, നല്ലത്. അല്ലാത്തടത്തോളം കാലം മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഫോണിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലും അല്ല മക്കൾ മനുഷ്യന്മാരാവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നോട്ട് നോക്കുമല്ലോ, അച്ഛന് തലവേദന ബാപ്പക്ക് തലവേദന എന്ന് പറയുമ്പോൾ വിക്സ് എടുക്കാൻ ഓർഡണേറ്റ്. അല്ലാണ്ട് തല പൊണ്ടാരം പൊളന്നോട്ടെ എന്നല്ല പറയേണ്ടത്. അപ്പൊ ഇന്ന് തൊട്ടിട്ട് അത് പരിശോധിക്കണം. ഓക്കെ, അപ്പൊ സംഗതി മനസ്സിലായല്ലോ. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഈച്ചയ്ക്ക് ഭയങ്കര ബുദ്ധിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ വേണ്ടാത്ത ബുദ്ധിയാണ് ഈച്ചയ്ക്ക്. നമുക്കും പണ്ട് അങ്ങനെയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ കുട്ടിക്ക് ഒടുക്കത്തെ ധൈര്യമാണ്, ഭീകര ധൈര്യമായിട്ട്. ശരിയാണോ തെറ്റാണോ? സൈക്കിൾ മലീറ്റുകൾ മുന്നിലും ബേക്കിലെല്ലാം പൊന്തിച്ചു പോവും. സൈക്കിൾ മേലെ 8 ആളെ എടുത്തിട്ട് പോവും. നമ്മളും പണ്ട് പോയിനേനും. പക്ഷെ പ്രായം കൂടുന്തോറും ഇപ്പൊ നമുക്ക് പേടിയാണ്. കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാണ്. ശരിയാണോ? പണ്ട് നിങ്ങളെ ബാപ്പയും പറയും പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിച്ചിരുന്നു. ഇപ്പൊ നിങ്ങളെ മക്കൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം വളരും തോറും നമുക്ക് പേടി കൂടും. ശരിയാണോ? മൂന്നാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾക്ക് ഉപദേശ ലെവലേസ് ഇഷ്ടമല്ല. കൊന്നാലും നിങ്ങൾ ഈ കുട്ടികളെ ഉപദേശിക്കരുത്. പ്രത്യേകിച്ചും നിങ്ങളെ കാലഘട്ടത്തിന്റെ സംഭവം ഒന്നും ഐറ്റേക്ക് കേൾക്കണ്ട. എന്റെ അച്ഛനെ കൊല്ലാൻ ഇഷ്ടം കിട്ടണം. കാരണം എന്റെ അച്ഛൻ ഉപദേശിച്ച് കൊല്ലു തന്നെ. പരീക്ഷ തോറ്റാൽ ഉപദേശം, സൈക്കിളും വന്ന് വീണാൽ ഉപദേശം എന്താന്ന് കേൾക്കണം നിങ്ങൾക്ക്. എന്റെ അച്ഛന്റെ ഉപദേശം എന്താ അറിയോ? എന്റെ എല്ലാം കാലത്ത് 5-6 കിലോമീറ്റർ നടന്നിട്ട് ഒന്നും ഇല്ലാഞ്ഞിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട് തിന്നതിനൊന്നും ഇല്ലോ. ഇങ്ങനെ നമ്മൾ പരീക്ഷ തോറ്റ അച്ഛൻ തിന്ന കണക്ക് എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ 6 കിലോമീറ്റർ നടന്നതിന് ഞാൻ എന്താക്കാൻ? ഞാൻ അവസാനം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അച്ഛനുമായിട്ട് യുദ്ധമായി. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ നിങ്ങൾ 6 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് സ്കൂള് ബസ്സും ഇല്ല, സ്കൂട്ടറും ഇല്ല, സൈക്കിളും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ പഠിക്കുക മുട്ടി. അതുകൊണ്ട് അച്ഛൻ 6 കിലോമീറ്റർ നടന്നിട്ട് സ്കൂളിൽ പോയി. ഇന്ന് വീട്ടിന്റെ മുമ്പിൽ വന്നാൽ മേനക ബസ് എൻ്റെ അവിടെ വരും. 10 വയസ്സ് കൊടുത്താൽ സ്കൂളിൽ പോവാ. അങ്ങനെ 10 വയസ്സൊക്കെ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ അച്ഛൻ്റെ 6 കിലോമീറ്ററിന്റെ ഉണക്ക കണക്ക് എനിക്ക് കേൾക്കണോ? അച്ഛനില്ലേ ഇങ്ങനെ നോക്കി തന്നെ. രണ്ടാമത് ഞാൻ പറഞ്ഞു ട്രൗസറിന്റെ കണക്ക്. അച്ഛൻ്റെ അച്ഛൻ നിങ്ങൾക്ക് ഒരു ട്രൗസറെ വാങ്ങി തന്നിരിക്കുന്നു, നിങ്ങൾ എനിക്ക് 10 ട്രൗസർ വാങ്ങി തന്നിന്. ഒരു പരീക്ഷ തോറ്റാൽ അയ്യോ ഉണക്ക 9 ട്രൗസറിന്റെ കണക്ക് എന്നോട്. ഒന്നുകിൽ എൻ്റെ 9 ട്രൗസർ നിങ്ങൾ കത്തിക്കുക, ഇല്ലെങ്കിലും ഉണ്ടാണ്ടിക്കുക. മൂന്നാമത്തെ കണക്കെന്നാരോ തിന്നുക. ഞാൻ തിന്നാൻ വേണമെന്ന് ഇതുവരെ എൻ്റെ അമ്മയോട് അച്ഛനോടും പറഞ്ഞിട്ടില്ല. ഞാൻ വേണ്ടെന്നാ പറഞ്ഞത്. എന്നാലും അച്ഛൻ പോകുന്ന പോക്കിൽ ഒരു പിട്ട് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഒരു പിട്ട് ഉന്തി കയറ്റി, ഒരു പുഴുങ്ങിയ മുട്ട ഒരു എനക്ക് വേണ്ടാന്ന് പറഞ്ഞും കയറ്റു. ഇതെല്ലാം തിന്നിട്ട് സ്കൂളിൽ പോയിട്ട് പരീക്ഷ തോറ്റാല് തന്ന മുട്ടേന്റെ കണക്ക് പറയാ. ഇതെന്തൊരു ന്യായാണ്? ശരിയാണോ തെറ്റാണോ? അന്ന് ഞാൻ തീരുമാനിച്ച എനക്കൊരു മക്കളുണ്ടായാല് ഞാൻ ഈ ഉപദേശം എൻ്റെ മക്കളോട് പറയൂല. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി നിങ്ങള് ഈറ്റകളെ കാണുമില്ലേ? എന്നോട് ഈ ഉപദേശം എൻ്റെ എല്ലാം ഞാൻ വായ്പൊത്തി കളിയും. കാരണം എന്താ അറിയോ? ഈ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിലെ പ്രണയത്തെക്കുറിച്ച്, ഈ കാലഘട്ടത്തിലെ കഞ്ചാവിനെ കുറിച്ച്, മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ച് ഈ കുട്ടികളുടെ മനസ്സിൽ നിങ്ങളൊരു സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. അപ്പൊ മനസ്സിലായല്ലോ?
നാലാമത്തെ പ്രത്യേകത എന്നറിയോ, ഈ കുട്ടികൾ പറയുന്നറിയോ, ഒരു മാത്രം ശരി, ഓല് ചെയ്യുന്ന എല്ലാം ശരി, നമ്മളെല്ലാം പൊട്ടന്മാർ. ഫീൽ ചെയ്തിട്ടുണ്ടോ അത്? നിങ്ങൾ മക്കളെ എന്തെങ്കിലും ഉപദേശിച്ച് നോക്ക്, അപ്പൊ ഈറ്റൽ പറയുന്നറിയോ, നമുക്ക് എന്തെങ്കിലും അറിയാമോ, പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് തകർത്തിക്കളി. ഒരു പേടിയും വേണ്ട. 18 വയസ്സ് വരെ ഈറ്റാ കളി എന്നെ കളിക്കും. പറയാൻ മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറഞ്ഞത്, ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ള ബാപ്പയും ഉമ്മയുമായിട്ട് നിങ്ങൾ മാറണം. അതായത് 18 വയസ്സ് വരെ ഈറ്റകൾ വേണ്ടാത്ത, കഞ്ചാവ് വേണ്ടാത്ത സാധനം, അത് തിന്നാനായിട്ടേക്ക് തോന്നുക. ഈറ്റക്ക് പഠിക്കാൻ തോന്നൂല, ഈറ്റക്ക് കളിക്കാൻ തോന്നൂല, ഉപ്പേനെയും ഉമ്മേനെയും പ്രണയിക്കാൻ തോന്നൂല, അങ്ങോട്ടൊരു പെണ്ണിനെ പ്രണയിക്കാനായിട്ടേക്ക് തോന്നുക. അപ്പൊ അതിനെ തിരുത്താൻ ആർക്ക് കഴിയണം? രക്ഷാകർത്താക്കൾക്ക് കഴിയണം. അപ്പൊ കഞ്ചാവിന്റെ ലോകത്ത് ഈറ്റകൾ പോകും. നിങ്ങളെ അച്ഛൻ്റെ അമ്മേന്റെയും പാരമ്പര്യം ഒന്നും അവർക്ക് അറിയില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ മക്കളെ നിയന്ത്രിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്. സംഗതി എല്ലാം മനസ്സിലായോ? ഇനി ഈ കുട്ടികളെ നിങ്ങൾ നിയന്ത്രിച്ചോളൂല്ലോ? നിയന്ത്രിച്ചോളൂ. ഓക്കെ.